ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കൺവെൻഷൻ ഈ കുടുംബത്തിന് വലിയൊരു വിടുതലാകട്ടെ, ഈ ദേശത്തിനൊരു വിടുതലാകട്ടെ. മാത്രമല്ല, നമ്മുടെ മുൻപിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ മുൻപിലും കർത്താവിൻ്റെ വചനം നിന്ന് പ്രസംഗിക്കാൻ ദൈവം തന്ന വലിയൊരു ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസനെയും ആ ശുശ്രൂഷകളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സകലർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വത്സല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ റോഡിലും വീടിൻ്റെ മുറ്റത്തും അവിടെ ഇവിടെ ഇരുന്ന് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സകലർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വത്സല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യോഹന്ന സുവിശേഷം വായിക്കുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്ന സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. യോഹന്ന സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കാം. വായിച്ചേ, യോഹന്ന സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മെ അധികമായി അന്നും സ്നേഹിക്കുന്നു, ഇന്നും സ്നേഹിക്കുന്നു. ഈ ദേശത്തിൽ ഈ കൺവെൻഷൻ തന്നെ കർത്താവിന് നമ്മളോടുള്ള സ്നേഹമാണ്, ഈ ദേശത്തോടുള്ള സ്നേഹമാണ്, ദേശനിവാസികളോടുള്ള സ്നേഹമാണ്. പലവട്ടവും വചനം കേട്ട് കാണുമായിരിക്കാം, പക്ഷെ ഒരിക്കൽ കൂടെ യേശു ഈ ദേശത്തോട് സംസാരിക്കുകയാണ്, വ്യക്തികളോട് സംസാരിക്കുകയാണ്. ഈ ഓലത്താൻ ഈ ദേശത്തോട്, കവിതനാട ദേശത്തോട് സ്വർഗത്തിന് സംസാരിക്കാനുണ്ട്. മക്കളെ, നീ ജനിക്കും മുമ്പേ നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ പാപത്തെ മോചിപ്പിക്കാൻ അധികാരമുള്ള ഒരുവൻ ഈ ഭൂമിയിൽ വന്നു എന്നും നീ തകരേണ്ട നരകത്തിൽ പോകേണ്ട സ്ഥാനത്ത് നിന്നെ അതിൽ നിന്ന് രക്ഷിപ്പാൻ ഒരുവൻ നിനക്ക് വേണ്ടി മരിച്ചു എന്നുമുള്ള ദൂത് ഈ ദേശത്തോട് അറിയിക്കാൻ ഈ കൺവെൻഷൻ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകമെമ്പാടും നോക്കുമ്പോൾ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. സ്വത്രം, കുടുംബങ്ങൾ തകരുന്നു, ഡൈവോഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളിൽ വിവാഹം കഴിഞ്ഞ് ചില നാളുകൾ പോലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. മദ്യം, ലഹരി വസ്തു മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്നു. മദ്യം ഒരുപാട് കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. മദ്യപിക്കുന്ന പെൺമക്കൾ, എത്രയോ പെൺകുട്ടികൾ മദ്യപിക്കുന്നു. രാത്രി 12 മണിക്ക് 1 മണിക്ക് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പെൺകുട്ടികളാണ് കൂടുതൽ മദ്യപിക്കുന്നത്. അവർക്ക് ഭയമില്ല, ഭയം നഷ്ടപ്പെട്ടിരിക്കുന്നു. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും മദ്യപിക്കുന്ന കാലഘട്ടം. ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് അറിഞ്ഞുകൂടാ, ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലവാരത്തിൽ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അനേക കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ല. മദ്യം കുടുംബത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു, ലഹരി വസ്തു കുടുംബത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. സ്വത്രം, കുടുംബത്തിനകത്ത് ഭക്ഷണം, സ്വത്രം, കുടുംബത്തിലെ സഹോദരിമാരെ ഒരുക്കി വെച്ചാൽ കുടുംബനാഥന്മാർ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ വണ്ണം മദ്യത്തിന് അടിമയായി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയെ കെടുത്തുന്ന അനുഭവം, സുബോധം നഷ്ടപ്പെട്ട് ഭാര്യ അറുത്തുകൊല്ലുന്ന അനുഭവം, തലമുറകളെ വെട്ടിക്കൊല്ലുന്ന അനുഭവം, മക്കളെ വലിച്ചെറിയുന്ന അനുഭവം. എത്രയോ കുടുംബങ്ങളിൽ മദ്യം എത്രയോ പേരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ വ്യക്തി തന്നെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞുകൂടാതെ 5 പേരെ ചുറ്റിയിലുകൊണ്ട് അടിച്ചു തകർത്ത അനുഭവം ദേശത്ത് കേൾക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ലോകം എങ്ങോട്ട്, ജനം എങ്ങോട്ട്, ദേശം എങ്ങോട്ട്, താങ്കളത് ചിന്തിച്ചിട്ടുണ്ടോ? സംശയം കുടുംബങ്ങളിൽ വർദ്ധിക്കുന്നു. ഭാര്യ വിശ്വാസമില്ലാത്ത ഭർത്താവ്, ഭർത്താവിനെ വിശ്വാസമില്ലാത്ത ഭാര്യ. ഇതാ സ്വത്രം, ഒരു അറവശാലയിൽ കൊണ്ടുപോകും പോലെ, മൃഗങ്ങളെ കശാപ്പ് ശാലയിൽ കൊണ്ടുപോകും പോലെ നിസ്സാര കാര്യത്തിന് സംശയിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ തൂക്കിയെടുത്ത് അറവശാലയിൽ കൊണ്ടുവന്ന് മൃഗത്തിന്റെ കഴുത്ത് കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം. ലോകം എങ്ങോട്ട്? കഴിഞ്ഞ നാളുകളിലെ പത്രവാർത്തകളാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട് കാണും, ഒരു സഹോദരിയെ വെറുതെ സംശയിച്ചു. സഹോദരിയെ സ്വത്രം കഴുത്തറുത്ത് 2 വീലറിന്റെ പുറത്ത് വെച്ച സന്ദർഭം നിങ്ങളത് ചിന്തിച്ചു നോക്കിയ. ലോകം എങ്ങോട്ട്? ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ കേട്ടില്ലേ, സ്വത്രം ഭാര്യയെയും അമ്മയെയും കൊന്നിട്ട് നാട് വിട്ടുപോയ ഒരു അനുഭവം. ഞാൻ ചോദിക്കട്ടെ, ലോകം എങ്ങോട്ട്? കുടുംബങ്ങളിൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സ്വസ്ഥത
സ്വസ്ഥതയില്ല, കുടുംബങ്ങളിൽ ആശ്വാസമില്ല, തലമുറകൾ മദ്യത്തിന് അടിമ. 12, 1 മണി 2 മണിയായാലും വീട്ടിനകത്ത് മക്കൾ വരാതെ മാതാപിതാക്കൾ മുറ്റത്തിരുന്ന് കരയുന്ന ഒരു അനുഭവം. അയ്യോ, എന്റെ തലമുറകൾക്ക് എന്ത് പറ്റി, എന്റെ കുടുംബത്തിന് എന്ത് പറ്റി, എന്നൊരു സമാധാനം കിട്ടും, എന്നൊരു സന്തോഷം കിട്ടും. ഓ, എന്ന് തകരുന്ന കുടുംബങ്ങൾ. ദേശനിവാസികളെ, നീ മദ്യം കുടിക്കുന്ന ഒരു മദ്യപാനിയായിരിക്കാം, മദ്യം നിന്റെ കുടുംബത്തിൽ സമാധാനം തന്നുവോ? എത്ര രാത്രികൾ കൊണ്ട് നിന്റെ ഭാര്യ ഉറങ്ങുന്നില്ല, നിന്റെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. എന്തേ ഈ മദ്യം നീ ഉപേക്ഷിക്കാത്തത്? എന്തേ? ഇന്ന് രാത്രി ഞാൻ പറയാ, കുടുംബത്തിനകത്ത് സമാധാനം വരണമോ? അത് യേശു വന്നാൽ സമാധാനമുണ്ട്. മദ്യം വന്നാൽ സമാധാനം പോകും, ലഹരി വസ്തു വന്നാൽ സമാധാനം പോകും. യേശു വന്നാൽ സമാധാനം വരും. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. സമാധാനം നഷ്ടപ്പെട്ടുവോ? സന്തോഷം നഷ്ടപ്പെട്ടുവോ? സ്വസ്ഥത നഷ്ടപ്പെട്ടുവോ? സഹിക്കാൻ പറ്റാത്ത ഭാരങ്ങളാണോ? എന്നാൽ ഇന്ന് രാത്രി സമാധാനം പ്രഭുവാകുന്ന യേശു പറയും, മക്കളെ സമാധാനം വരണമോ? മറ്റൊരിടത്തും ഓടിയാൽ നിനക്ക് സമാധാനം കിട്ടുകയില്ല, മല കയറാൻ ഓടിയാൽ നിനക്ക് സമാധാനം കിട്ടുകയില്ല, മദ്യവും ലഹരി വസ്തു ഉപയോഗിച്ചാൽ നിനക്ക് സമാധാനം കിട്ടുകയില്ല. ആത്മഹത്യ സമാധാനം കിട്ടാനുള്ള മാർഗമല്ല, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് ചിന്തിച്ച് ജനം ഇന്ന് ആത്മഹത്യക്ക് വേണ്ടി ഓടുമ്പോൾ ഇന്ന് അനേക തലമുറകളെ അമ്മയ്ക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല, അപ്പന് കണ്ടാൽ തിരിച്ചറിയത്തില്ല, മക്കളെ അത് ഭാര്യയെ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം. ലോകം എങ്ങോട്ട്? എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ പോകുന്ന വഴി എങ്ങോട്ട്? കുടുംബത്തിനകത്ത് കണ്ണു കാണാൻ പറ്റാത്ത അനുഭവം, മദ്യവും ലഹരി വസ്തുവും താങ്കളെ കാർന്നു തിന്നുമ്പോൾ, സമ്പത്ത്, അധ്വാനിക്കുന്ന സമ്പത്ത്, കുടുംബത്തിനകത്ത് വരേണ്ട സമ്പത്ത് പാപത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, ഓ സ്നേഹിത, നിന്റെ യാത്ര എങ്ങോട്ട്? എന്നാൽ നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ഭൂമിയിൽ ഉള്ളൂ, അത് യേശു ക്രിസ്തു. അത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തു അത്രേ. എന്നാൽ ഒരു കൂട്ടരുണ്ട്, ഹല്ലേലൂയ, വെട്ടിപ്പിടിച്ചും കള്ളം പറഞ്ഞും കപടം പറഞ്ഞും ആരെ കൊന്നെങ്കിലും ധനമുണ്ടാക്കി ചാക്കിലൊതുക്കി എന്തും ചെയ്യാനുള്ള കഴിവുള്ള ഒരു കൂട്ടം പേരുണ്ട്. അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ എന്തും ചെയ്യാം, അവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എന്തും ചെയ്യാം, അവർക്ക് ആയുധാഭ്യാസമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഭാവം. ചിലർ പറയും സമ്പാദ്യമുണ്ട്, എത്ര തലമുറയ്ക്ക് വേണോ കഴിക്കാനുള്ള സമ്പാദ്യമുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരുമുണ്ട്. അവരെ നോക്കിക്കൊണ്ട് വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം അവരെ നോക്കി ചോദിക്കുന്നു, ഒന്നിനും മുട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാം തികഞ്ഞു, സ്വത്രം സമ്പാദ്യം വർദ്ധിച്ചു വർദ്ധിച്ചു, പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും ആരെ കൊന്നെങ്കിലും, എങ്ങനെ ഈ സമ്പാദിക്കുന്ന ജനം എങ്ങനെ തകർത്തെങ്കിലും, എങ്ങനെ നശിപ്പിച്ചെങ്കിലും, കള്ളക്കണക്കെഴുതിയെങ്കിലും, വെട്ടിപ്പിടിച്ചെങ്കിലും, ആൾക്കാരെ കൊന്നെങ്കിലും, തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും സമ്പാദിക്കുന്ന ഒരു കൂട്ടം പേർ. അവർ പറയുന്നു, എനിക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ ഒന്നുമില്ല, എത്ര തലമുറയ്ക്ക് വേണോ ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഒരു കൂട്ടരോട് സ്വർഗം വിളിച്ചു ചോദിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ലൂക്കോസ് 12:15 മുതൽ. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തു വകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്ത വരി. ഒരു ഉപമയും കൂടെ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ ഞാൻ എന്തു ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഇന്ന് അനേകർ അങ്ങനെയാണ്, എങ്ങനെയെങ്കിലും സമ്പാദിച്ച് കൂട്ടുക, എന്നിട്ട് ഞാൻ എന്ന ഭാവം എങ്ങനെയും എവിടെയും ആരെയും തകർത്ത്, ഓ സ്തോത്രം, എനിക്ക് ഒന്നിനും കുറവില്ലെന്ന് പറയുന്നൊരു അനുഭവം. എന്നാൽ യേശു കർത്താവ് അവരെ നോക്കി പറയുന്ന ചില കാര്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു, വായിച്ചേ. പിന്നെ അവൻ പറഞ്ഞത് ഞാനിത് ചെയ്യും, എന്റെ കളപ്പുരകളെല്ലാം ഞാൻ എന്ത് ചെയ്യും? പൊളിക്കും. ഇത് പോരാ, അതുകൊണ്ട് ഇനി കളപ്പുര ഞാൻ പൊളിക്കും. അടുത്ത വരി. അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം ഞാൻ എവിടെ കൂട്ടിവെക്കും? അതിലങ്ങ് കൂട്ടിവെക്കും. അടുത്ത വരി.
എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ഉണ്ട്. അടുത്ത് ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അടുത്ത് ദൈവം അവനോട് നോക്കിയേ, ഈ സമ്പത്തുള്ള ആളിനെ നോക്കി ദേശത്തിലുള്ളവരെന്ത് പറയും? ഓ മിടുക്കൻ. ബന്ധുക്കൾ എന്ത് പറയും? ആ നമ്മുടെ ഇന്ന ആള് ഭയങ്കര സമ്പത്തുള്ള ആളാ. സമ്പത്ത് വേണം. ആ ദൈവം തരും. കാക്കകളെ പുലർത്തുന്ന ദൈവം, പറവകളെ പുലർത്തുന്ന ദൈവം, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സകലത്തിനും അതത് സമയത്ത് ഫ്രഷായിട്ട് സകലതും കൊടുക്കുന്ന ദൈവം, മന്നെ പൊഴിപ്പിച്ചു കൊടുക്കുന്ന ദൈവം, അന്നന്നത്തേക്കുള്ളത് ഫ്രഷായിട്ട് കരങ്ങൾ കൊടുക്കുന്നൊരു ദൈവം. സ്വത്രം ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. ഈ മനുഷ്യൻ തന്നോട് തന്നെ പറയുകയാണ്, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക. സ്വത്രം സമ്പത്തുള്ള ചില വ്യക്തികളെ കാണുമ്പോൾ ചില ആൾക്കാർ ചാടി എഴുന്നേൽക്കും, സന്തോഷിക്കും. ഓ സ്വത്രം, അവരെ ആദരിക്കും, അവരോട് കൂടുതൽ ഇഷ്ടം തോന്നിക്കും, പലതുമൊക്കെ ചെയ്യും. പക്ഷേ യേശുവിന് അത് കണ്ടെന്ന് പറഞ്ഞൊന്നും തോന്നത്തില്ല. മുഴുവനുള്ള ഒരു വ്യക്തിയെ കണ്ടാലും, ഓ ഇത് തിരുവനന്തപുരം ജില്ല മുഴുവനും ഒരാളിൻ്റെ എന്ന് കണ്ടാലും സ്വർഗത്തിൽ ഒരനക്കോ ഉണ്ടാകത്തില്ലെന്ന്. ഹല്ലേലൂയ. പിന്നെ സ്വർഗം അനങ്ങണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്വർഗം സന്തോഷിക്കണമെങ്കിലും സ്വർഗം സന്തോഷിക്കുകയും സ്വർഗം എഴുന്നേൽക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ സമ്പത്ത് കാണുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തികളും ബന്ധുക്കളും നാട്ടുകാരും എന്തോ വലിയ സംഭവമാണെന്ന് പറയും. പക്ഷെ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുന്നതും സ്വർഗത്തിലെ ദൈവം അനങ്ങുന്നതും ഇവിടെ ഒന്നും അല്ല. ഇതൊന്നും കണ്ടിട്ടല്ല, ഒരാളുടെ പഠിപ്പ് കണ്ടിട്ടല്ല, ഒരാളുടെ ജോലി കണ്ടിട്ടല്ല, ഒരാളുടെ സമ്പത്ത് കണ്ടിട്ടല്ല, ഒരാളുടെ അറിവ് കണ്ടിട്ടല്ല, ഒരാളുടെ ജ്ഞാനം കണ്ടിട്ടല്ല. ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും, സ്വർഗം എഴുന്നേൽക്കും, സ്വർഗം ആനന്ദിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷം. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. സ്വർഗം സന്തോഷിക്കുന്ന എവിടെയാ? നമ്മുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. മാത്രമല്ല, ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ 99 വിട്ടിട്ട് 1 തേടി പോകുന്ന യേശു, കണ്ടുകിട്ടിയാൽ സന്തോഷിക്കുന്ന ദൈവം, 91 നീതിമാന്മാരെക്കാൾ അധികം ഒരു ഭാവിയെ സ്നേഹിക്കുന്ന യേശു ഇന്ന് രാത്രി ദേശത്ത് ഈ ശബ്ദ പരിധിക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ കുറച്ച് സമ്പത്തുണ്ടാക്കി, പക്ഷെ അയാളുടെ അകത്ത് ആരില്ല? സമ്പത്ത് മാത്രമേ ഉള്ളൂ, യേശു ഇല്ല. നിങ്ങൾക്കത്രക്ക് മനസ്സിലായി? സമ്പത്ത് മാത്രമേ ഉള്ളൂ, പിന്നെ എന്തില്ല? യേശു ഇല്ല. ഞാൻ പറയാം, നമുക്ക് സമ്പത്ത് വേണ്ടതല്ല. എത്ര തന്നെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുമോ അത്രത്തോളം ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ പിടി സമ്പത്തിലായിരിക്കല്ലേ, നോട്ടം സമ്പത്തിലായിരിക്കല്ലേ, ആശ്രയം സമ്പത്തിലായിരിക്കല്ലേ, ആശ്രയം മാമോനിലായിരിക്കല്ലേ, ആശ്രയം സമ്പത്തിലായിരിക്കല്ലേ, ആശ്രയം നശിച്ചു പോകുന്ന ഒന്നിലായിരിക്കല്ലേ, ആശ്രയം യേശുവിലായിരിക്കണം. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ആശ്രയിച്ചത് യേശുവിലല്ല, ഈ മനുഷ്യന്റെ അകത്ത് യേശുവുമില്ല. ഈ മനുഷ്യൻ ആശ്രയിച്ച സമ്പത്തിലാണ്. അയാൾ പറയുകയാണ്, എനിക്ക് ബഹു സമ്പത്തുണ്ട്. സ്വത്രം. അടുത്ത വാക്യം ദൈവം അവനെ നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്. അടുത്തവർ വായിച്ചേ. ദൈവമോ അവനോട്, ലൂക്കോസ് 12-ന്റെ അടുത്ത വാക്യം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം നേരത്തെ വായിച്ചതിന്റെ അടുത്ത ഭാഗം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 15 മുതൽ വായിക്കുമ്പോൾ, ഇതാ അവൻ എല്ലാം സ്വരൂപിച്ചു വെച്ചു, എല്ലാം സ്വരൂപിച്ച് ഒരുക്കി വെച്ചു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞു. അവനോട് ദൈവം പറഞ്ഞൊരു വരിയുണ്ട്, വായിച്ചേ. ദൈവമോ അവനോട് മൂടാ, ദൈവമോ അവനോട് മൂടാ, ഈ രാത്രി നിന്നോട് നിന്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കാകും? അടുത്ത വരി, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് താൻ സമ്പത്തുണ്ടാക്കുന്നവന്റെ കാര്യം ഇപ്രകാരമാകുന്നു. കണ്ടോ? ഹല്ലേലൂയ. അതിൽ എഴുതിയിരിക്കുന്നു, സ്വത്രം. വേറെ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്, എഴുതിയിരിക്കുന്നു ദൈവ വിഷയമായിട്ടുള്ള സമ്പത്തല്ല. പിന്നെയോ? സ്വത്രം. വായിച്ചേ, ഒരാൾ വായിച്ചേ, ആ വാക്യം വായിച്ചേ. ദൈവം അവനോട്, മൂടാ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ച ഈ സമ്പത്ത് നിന്നെ രക്ഷിക്കുമോ? നീ ഉണ്ടാക്കിയത് നിന്നെ രക്ഷിക്കുമോ? ഇല്ല. രക്ഷിപ്പാൻ കഴിവുള്ളത് സമ്പത്തിന് രക്ഷിക്കാൻ കഴിയത്തില്ല, പേരിനും പ്രശസ്തിക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല, ഈ ലോകത്തിലുള്ള ഒന്നിനും രക്ഷിക്കാൻ കഴിയത്തില്ല. രക്ഷിക്കാൻ കഴിവുള്ളത് ഒരാളിനെ ഉള്ളൂ, അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വായിക്കുമ്പോൾ മറ്റൊരുവൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു എന്ന നാമം. ഹല്ലേലൂയ. മറ്റൊരുവൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക 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 നാമം യേശു എന്ന നാമം. വേറെ ഒരിടത്തൂടെയും മാർഗമില്ല. മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം മുതൽ വേദപുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ, നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? എല്ലാം നേടി, ലോകത്തിലുള്ള എല്ലാം നേടി. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പേരുണ്ടായിരിക്കാം, പ്രശസ്തി ഉണ്ടായിരിക്കാം, പദവി ഉണ്ടായിരിക്കാം, സമ്പത്ത് ഉണ്ടായിരിക്കാം, കൂട്ടുകാരുണ്ടായിരിക്കാം, എല്ലാ ഉന്നതന്മാർ നിങ്ങളുടെ സ്നേഹിതരായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, യേശു നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ടോ? ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞൊരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? യേശു വന്നില്ല എങ്കിൽ സ്ഥിതി എന്തായിരിക്കും? സർവ്വലോകവും ഒരുവൻ നേടിയിട്ടും ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, വേദനയോടെയാണോ നീ ഇരിക്കുന്നത്? എന്നാൽ യേശു നിന്റെ വീട്ടിനകത്ത് വന്നാൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പാപമോചനമുണ്ട്. രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കാൻ ഈ യേശു മതിയായവൻ. ഈ ലോകത്തിലുള്ള ആർക്ക് രക്ഷിക്കാൻ പറ്റുകയില്ല, എന്നാൽ യേശുവിന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, സ്വത്രം, ഒരു മനുഷ്യൻ സർവ്വലോകം, ഇന്ന് ലോകം വെട്ടിപ്പിടിക്കാൻ മനുഷ്യൻ അതും ഇതും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. എന്നാൽ യേശു ഹൃദയത്തിനകത്ത് വന്നിട്ടില്ല. ഇന്ന് രാത്രി യേശു നമ്മെ വിളിച്ചാൽ നമ്മൾ എവിടെ പോകും? മൂടാ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? യേശു നിന്റെ അകത്തില്ല. ലോകത്തിലുള്ള എല്ലാം നിന്റെ കൂടെ ഉണ്ട്. സമ്പത്തുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, കഴിവും വിലയും നിലയും എല്ലാം ഉണ്ട്. എത്രയോ വചനം താങ്കൾ കേട്ടു. ഇന്ന് വരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് വേദപുസ്തകം പറയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മദ്യപാനത്തെ നിന്റെ കുടുംബം എത്ര കാലം കൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നു? ഓർമ്മശക്തി ഉണ്ടോ? തലമുറകൾ, എത്രയോ തലമുറകൾ നിന്നെ കണ്ട് നിന്റെ മക്കൾ മദ്യപിച്ച് ലഹരിക്കടിമയായി സുബോധം നഷ്ടപ്പെട്ട് കവലകളും റോഡുകളിലും ജയിലറയ്ക്കകത്തും നൂറുകണക്കിന് യുവാക്കന്മാർ പാപത്തിൽ വീണ് കിടക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, രക്ഷിക്കാനും വിടുവിക്കാനും സമാധാനം തരുവാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. മനുഷ്യന് മാറ്റം കൊടുക്കുവാൻ മറ്റൊന്നിനും കഴിയത്തില്ല. ഈ ലോകത്തിലുള്ള ഒന്നിനും ഒരു സമാധാനം കൊടുക്കാനോ, പാപമോചിപ്പിക്കാനോ, സ്വസ്ഥത കൊടുക്കാനോ, ഒരു മാനസാന്തരം കൊടുക്കാനോ കഴിയത്തില്ല. കഴിവുള്ള ഒരാളേ ഉള്ളൂ, അതത്രേ യേശു ക്രിസ്തു. സ്വഭാവത്തെ മാറ്റാൻ ഈ ലോകത്തുള്ള ഡോക്ടർമാർ ഒരുപക്ഷെ മരുന്ന് കൊടുത്ത് രോഗത്തെ മാറ്റുമായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സ്വഭാവത്തെ മാറ്റുന്ന, മദ്യപാനം മാറ്റുന്ന, പാപ വഴികൾ മാറ്റുന്ന, മോശപ്പെട്ട വഴികൾ മാറ്റുന്ന, ആൾക്കാരെ വെട്ടിക്കൊല്ലുന്ന സ്വഭാവം മാറ്റുന്ന, പകയുടെ സ്വഭാവം മാറ്റുന്ന ഏതെങ്കിലും ഡോക്ടർമാർ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഡോക്ടറിനെ ഞാൻ പരിചയപ്പെടുത്താം. അതാണ് ഞാൻ പ്രസംഗിക്കുന്നതിന്റെ യേശു. ആ യേശു പറയുന്നു, നീ മുഴുലോകവും നേടി, പക്ഷെ നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, ആത്മാവിനെ നഷ്ടമാക്കല്ലേ. എന്നാൽ സ്നേഹിതരെ, ഒരു വലിയ രക്ഷ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഏത് പാവിയായാലും ശരി, ഏത് ലോക തോൽവിയായാലും ശരി, താങ്കളെ രക്ഷിപ്പാൻ ഒരു രക്ഷകൻ വന്നിട്ടുണ്ട്. അത് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർന്ന ഒരു രക്ഷകൻ. എബ്രായർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വേദപുസ്തകം, എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം 2, 3, 4
വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ, എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 2, 3, 4 വാക്യം വായിക്കുമ്പോൾ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? വലിയൊരു രക്ഷ നമുക്കുണ്ട്. ഓ, ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, എത്ര കൊടും ഭാവിയായാലും ശരി, 1 യോഹന്നാൻ 1:7, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. കുടുംബത്തിനകത്ത് സമാധാനം വരണമോ? സന്തോഷം വരണമോ? യേശു നമ്മുടെ അകത്ത് വന്നാൽ സമാധാനമുണ്ട്. യേശു നമ്മുടെ അകത്ത് വന്ന സ്വസ്ഥതയുണ്ട്. യേശു നമ്മുടെ അകത്ത് വന്ന ആശ്വാസമുണ്ട്. യേശു നമ്മുടെ അകത്ത് വന്നാൽ വിടുതലുണ്ട്. ഇന്ന് രാത്രി ഈ രക്ഷ നീ കാണാതെ പോകരുത്. എത്രയോ നാളുകൾ കൊണ്ട് വചനം കേൾക്കുന്നുണ്ട്, ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിനകത്ത്, സ്വഭാവത്തിനകത്ത്, നോട്ടത്തിനകത്ത്, ചിന്തയ്ക്കകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ പറയാം, ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മാറ്റം ഉറപ്പാണ്. മറ്റൊരുവനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. വായിച്ചേ, എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യം വായിച്ചേ. അരുളി ചെയ്ത വചനം സ്ഥിരമാക്കിയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയൊരു രക്ഷ വേറെ ഒരിടത്തും ഇല്ല. ഈ രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ദൈവവചനം കേൾക്കുമ്പോൾ, സത്യ ഉപദേശം കേൾക്കുമ്പോൾ അനേകർ തെറ്റി ഓടി ഉഴലാറുണ്ട്. ഏതെങ്കിലുമൊക്കെ വളഞ്ഞ വഴിയിലൂടെ ഓടാറുണ്ട്. എത്ര ഓടിയാലും എത്ര വളഞ്ഞാലും സമ്മാനം വാങ്ങാൻ ദൈവത്തിന്റെ മുമ്പിൽ വന്നേ പറ്റൂ. നമ്മുടെ കുറുക്ക് വഴിയിലൂടെ ഒന്നും കർത്താവിന്റെ രാജ്യത്തിൽ പോകാനോ കർത്താവിനെ പ്രാപിക്കാനോ പറ്റത്തില്ല. നമ്മുടെ രാജ്യം തകർന്നാൽ മാത്രമേ ആ കർത്താവിന്റെ രാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റൂ. എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ, നമ്മെ തന്നെ തകർക്കാൻ വിട്ടുകൊടുക്കാൻ, തന്നെത്താൻ ത്യജിക്കാൻ, നാൾ തോറും തന്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കാൻ ആരെല്ലാം ആഗ്രഹിച്ച് കർത്താവിന്റെ പിന്നാലെ പോകുന്നുവോ അവരെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇത്ര വലിയ രക്ഷ സഹോദര, താങ്കൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് എത്ര കൊടും പാപം ചെയ്ത ആളായാലും ശരി, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രസംഗിക്കും പറഞ്ഞ ഒരു വരിയാണ്, 67 എണ്ണത്തിനെ കൊന്ന ഒരു മനുഷ്യൻ 68ാമത് ആ പ്രസംഗിച്ച പാസ്റ്ററെ കൊല്ലാൻ വരുമ്പോൾ, ആ പാസ്റ്ററിന്റെ ദൈവവചനം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ വിളിച്ചു ചോദിച്ചു, സ്വത്രം പാസ്റ്ററെ, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് 67 എണ്ണത്തിനെ കൊന്ന എന്റെ പാപത്തെ ക്ഷമിക്കാൻ കഴിയുമോ? സ്വത്രം ആ ദൈവ മനുഷ്യൻ പറഞ്ഞു, കഴിയും. 68 അല്ല, എത്ര കൊടും പാപം ചെയ്താലും ആ പാപത്തെ ക്ഷമിക്കാൻ അധികാരവും കഴിവുള്ള ഒരാളെ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. ഇന്ന് രാത്രി സഹോദര, താങ്കൾ നരകത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാപം താങ്കളെ നരകത്തിലേക്ക് എത്തിക്കും. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ താങ്കൾ എങ്ങനെ തെറ്റി ഒഴിയും? മുഴു ലോകവും സമ്പാദിച്ചു, തലമുറകൾക്ക് വേണ്ടി പലതും നേടുന്നുണ്ട്, രാത്രി അധ്വാനിക്കുന്നു, പകൽ അധ്വാനിക്കുന്നു, പക്ഷെ നിത്യജീവനെ പ്രാപിച്ചിട്ടുണ്ടോ? ഈ ഭൂമി വിട്ടു പോകുമ്പോൾ എവിടെ പോകുമെന്ന് ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ രാത്രി ഈ ദേശത്തോട് വിളിച്ച് ചോദിക്കുകയാണ്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഈ യേശു വിടുവിക്കുന്ന ദൈവമത്രേ. ഈ യേശു 1 യോഹന്നാൻ ലേഖനം വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറയുന്നു, വായിച്ചേ, 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ, യേശുവിന്റെ രക്തം വായിച്ചോ, അടുത്ത തന്നെ. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, അവന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി. എങ്ങനെ സകല പാപവും പോക്കി? സഹോദര, പാപം പോക്കാൻ കഴിവുള്ള ഒരു രക്തമേ ഉള്ളൂ.
നേർച്ച കാഴ്ചകളിലൂടെയോ അർപ്പണങ്ങളിലൂടെ തർപ്പണങ്ങളിലൂടെയോ ഉരുളു നേർച്ചയിലൂടെയോ ഒന്നും കാഴ്ചകളിലൂടെയോ പൈസ കൊടുക്കുന്നതിലൂടെയോ പാപം പോകത്തില്ല. 100 പേർക്ക് സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്ത കാര്യമാണ്. പക്ഷേ പാപം പോകത്തില്ല. പാപം പോകാൻ ഒറ്റ വഴി, വേറെ ഒരു വഴിയിലൂടെയും പാപം പോകൂല. ഈ ലോകത്തിലുള്ള ഏത് ചെളി ശരീരത്തിൽ പറ്റിയാലും സോപ്പ് കൊണ്ട് നമുക്ക് കഴുകിക്കളയാം. എന്നാൽ ഹൃദയത്തിനകത്ത് ജീവിതത്തിനകത്ത് അകത്തുള്ള മലിനമാകുന്ന പാപത്തെ കഴുകിക്കളയാൻ ഈ ലോകത്തിലുള്ള ഒരു സോപ്പിനും പറ്റത്തില്ല. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ആ രക്തം ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, താങ്കളെ യേശു സ്നേഹിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടെങ്കിലോ, ഭർത്താവിന് വേണ്ടെങ്കിലോ, മാതാപിതാക്കൾക്ക് വേണ്ടെങ്കിലോ, കൂട്ടുകാർക്ക് വേണ്ടെങ്കിലോ, തല ഒറ്റപ്പെട്ട ആളാണോ, തകർന്ന് തരിപ്പണമായ ആളാണോ, ജീവിതത്തിനകത്ത് സമനില തെറ്റിയ ആളാണോ, സമാധാനം നഷ്ടപ്പെട്ട ആളാണോ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ തകർന്നു പോയി, ഞാൻ തരിപ്പണമായി പോയി, എന്നെ ഇനി ആര് രക്ഷിക്കും എന്ന് താങ്കൾ വേദനിക്കുന്നുവോ? ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മറ്റൊരാളിനും താങ്കളെ രക്ഷിക്കാൻ കഴിയത്തില്ല. രക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിതാവ് യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു. എന്തിനു വേണ്ടി? താങ്കളെ രക്ഷിക്കുവാൻ, നിത്യതയിൽ കൊണ്ടുപോകാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കാൻ, താങ്കളുടെ സകല പാപത്തെയും കഴുകിക്കളയാൻ ഒരുവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അടുത്ത വരി ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. കണ്ടോ? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അതാരാ? യേശു ക്രിസ്തു. ഏത് പാപിയെയും രക്ഷിക്കണമെങ്കിൽ പാപമില്ലാത്ത എല്ലാ ക്വാളിറ്റിയും ഒത്ത ഒരുവൻ വരണം. പാപമില്ലാത്ത ഒരാളിനെ ഒരു പാപിയെ രക്ഷിക്കാൻ പറ്റും. പാപമില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. പരിശുദ്ധാത്മാവിൽ ജനിച്ച ഒരാളെ ഉള്ളൂ, അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഭൂമിയിൽ അപ്പനില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, ഞാൻ പ്രസംഗിക്കുന്ന യേശു. സ്വർഗത്തിൽ അമ്മയില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഈ ഭൂമിയിൽ ഒത്ത ദൈവമായി ജനിച്ച ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഏത് പാവിയെയും പാപത്തെ കഴുകിക്കളയാൻ തക്കതായി പാവിക്ക് വേണ്ടി മരിക്കാൻ ജനിച്ച ഒരാളെ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു ഇന്ന് താങ്കളുടെ അടുക്കൽ നിൽക്കുകയാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ. കെട്ടപ്പെട്ട് കിടക്കുന്നുവോ, ബന്ധനത്തിൽ കിടക്കുന്ന ഒരിക്കൽ യേശു ക്രിസ്തു ലഗ്യോൻ ബാധ പിടിച്ച 6000 ഭൂതം പിടിച്ച ഒരുവന്റെ അടുക്കലേക്ക് ഗദര ദേശത്തേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പനെ അവന് തിരിച്ചറിയാൻ പറ്റത്തില്ല, അമ്മയെ തിരിച്ചറിയാൻ പറ്റത്തില്ല, സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അവന്റെ അടുക്കലേക്ക് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഈ സത്യ വെളിച്ചമാകുന്ന യേശു കടന്നു ചെന്ന് ഒരുപാട് പ്രതികൂലങ്ങളിലൂടെയാണ് പോയത്. പക്ഷെ അക്കരെ എത്തിയപ്പോൾ 6000 ഭൂതമുള്ളവൻ ആത്മഹത്യക്ക് വേണ്ടി ഓടുകയാണ്. ഹല്ലേലൂയ. ഈ 6000 ഭൂതമുള്ളവനെ ആർക്കും അടക്കാൻ പറ്റിയില്ല, ചങ്ങലയ്ക്ക് പിടിച്ച് കെട്ടാൻ പറ്റിയില്ല, അപ്പനും അമ്മയ്ക്ക് ഒതുക്കാൻ പറ്റിയില്ല, മരുന്നിന് ഒതുക്കാൻ പറ്റിയില്ല. സ്തോത്രം. ജീവിച്ച് തകർന്നു കിടക്കുന്നത് കല്ലറയ്ക്കകത്ത്. വീട് ഒരുപക്ഷെ തകർത്ത് കാണും. ദേശത്തിന് സ്വസ്ഥതയില്ല. ഈ മനുഷ്യൻ നിമിത്തം നാട് വിട്ട് കാടുകളിലേക്ക് ഓടിപ്പോയ ഇവൻ ആത്മഹത്യക്ക് ഓടുന്നത് മൈലുകൾക്കപ്പുറത്ത് നിന്ന് യേശു ക്രിസ്തു കണ്ടു. കണ്ട ഉടനെ യേശു ക്രിസ്തു പടകിൽ കയറി അക്കരെ ചെന്നു. എവിടെ ചെന്നു? ഗദര ദേശത്ത്. യേശുവിനെ കണ്ട ഉടനെ 6000 ഭൂതമുള്ളവൻ യേശുവിന്റെ മുൻപിൽ മുട്ടും മടക്കി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്തും ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടുവോ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടുവോ, എന്തെല്ലാം ചെയ്തിട്ടും മദ്യം മാറുന്നില്ലയോ, എന്തെല്ലാം ചെയ്തിട്ടും കുടുംബത്തിനകത്ത് സമാധാനമില്ലയോ, എത്ര അധ്വാനിച്ചിട്ടും ജീവിതത്തിനകത്ത് നന്മയില്ലയോ, കുടുംബത്തിനകത്ത് വീട്ടിനകത്ത് വന്നാൽ കയറാൻ പറ്റുന്നില്ല, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, പകൽ സ്വസ്ഥതയില്ല, രാത്രി സ്വസ്ഥതയില്ല, ജീവിതം മടുത്തു എന്നുള്ള തോന്നലാണോ, മുന്നോട്ട് പോകാൻ നീ കഴിയുന്നില്ല എന്നാണോ? എന്നാൽ ഇന്ന് രാത്രി സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശുവിനെ താങ്കളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ഇന്ന് രാത്രി ഇരുട്ട് നീങ്ങും, അന്ധകാരം നീങ്ങും, പിശാച് തകരും, പിശാചിന്റെ ബന്ധനങ്ങൾ അഴിയും. ദൈവത്തിന് സ്തോത്രം. ഗദരദേശ ദേശം അങ്ങോട്ട് ചെന്ന് കാല് ചവിട്ടി. 6000 ഭൂതമുള്ളവൻ മുട്ടുമടക്കി.
അവന് സുബോധം വന്നു. അവൻ താനെ ശരീരത്തെ ഇടിക്കും, താനെ ശരീരത്തിൽ ഇടിക്കും. ചിലർ കണ്ടിട്ടില്ലേ, താനെ ചുവരിലിടിക്കും, താനെ ശരീരത്തിൽ ഇടിക്കും. ദേഷ്യം വരുമ്പോൾ പലതും ചെയ്യും. സുബോധം നഷ്ടപ്പെട്ടതുപോലെ വസ്ത്രം വലിച്ചു കീറുന്നു. കാരണം എന്താ? ഇതൊന്നും ദൈവമുള്ളത് പൈതലല്ല, അതിനകത്ത് പിശാചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനെല്ലാം അഴിക്കാനാണ് യേശു വന്നത്. ഒന്ന്, യേശു വന്നത് പാപിയെ രക്ഷിക്കാനെങ്കിൽ. രണ്ട്, യേശു വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ മനുഷ്യപുത്രൻ ഇറങ്ങി വന്നു. ഒന്ന്, പാപിയെ രക്ഷിക്കാനെങ്കിൽ. സ്നേഹിത, താങ്കൾ പാപത്തിൽ നിറയപ്പെട്ടിരിക്കുന്നുവോ? താങ്കളെ രക്ഷിക്കാൻ യേശു ക്രിസ്തു വന്നു. ഒന്ന് തിമോഥെയോസ് 1:15 പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയോ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആമേൻ. പാപിയെ രക്ഷിക്കാൻ ഒറ്റ രക്തമേ ഉള്ളൂ, യേശുവിന്റെ രക്തം. രണ്ട്, 1 യോഹന്നാൻ 3 അതിന്റെ 8 വാക്യം വായിക്കുമ്പോൾ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പിശാചിനാൽ നീ പിടിപെട്ടിരിക്കുകയാണോ? കുടുംബത്തിനകത്ത് ഒരു നന്മയില്ല, ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആശ്വാസമില്ല, കെട്ടപ്പെട്ട അവസ്ഥയാണോ? കെട്ടുകളെ പൊട്ടിക്കാൻ കഴിവുള്ള ഒരു നാഥൻ വന്നിട്ടുണ്ട്. ഒരിക്കൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 വായിക്കുമ്പോൾ അതിന്റെ 16 24 മുതൽ 20 മുതൽ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ ഇതാ വെളിച്ചപ്പാടത്തിന്റെ ഭൂതത്തെ ശാസിച്ച അപ്പോസ്തലന്മാരെ, പൗലോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിനകത്ത് പൂട്ടിയിരിക്കുകയാണ്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് അടികൊണ്ട് നുറുക്കപ്പെട്ട ശരീരത്തിലോ കെട്ടപ്പെട്ട അനുഭവത്തിൽ കിടക്കുമ്പോൾ ആത്മാവിനെ കെട്ടാൻ ആർക്കും കഴിഞ്ഞില്ല, പ്രാർത്ഥനയെ കെട്ടാൻ ആർക്കും കഴിഞ്ഞില്ല, ആരാധന കെട്ടാൻ ആർക്കും കഴിഞ്ഞില്ല. ഇരിക്കുകയാണ് സ്വത്രം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, സത്യവെളിച്ചമാകുന്ന യേശു ഗദര ദേശത്ത് പോയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? 6000 ഭൂതം പിടിവെട്ടവൻ സ്വത്രം ഗദര ദേശത്ത് സൗഖ്യമായി. വസ്ത്രം പോലും ധരിക്കാത്തവൻ അവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. വീട്ടിനകത്ത് സമാധാനം വരണോ? എൻ്റെ യേശു വരണം. ഹല്ലേലൂയ. സ്വസ്ഥത വരണോ? യേശു വരണം. സമാധാനം വരണോ? യേശു വരണം. ഓ, ഭൂതങ്ങൾ ഇറങ്ങി ഓടണോ? യേശു വരണം. യേശു വീട്ടിൽ വന്നാൽ വിടുതലുണ്ട്. യേശു നിന്റെ മക്കളുടെ അകത്ത് വന്നാൽ മക്കളുടെ സ്വഭാവം മാറും. യേശു നിന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ ജീവിതം മാറും, സ്വഭാവം മാറും, ഏറ്റവും ഈസഡ് മാറും. ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാൻ എത്ര പേർക്ക് ഒരുക്കമുണ്ട്? ചിലർ ചോദിക്കും, അപ്പാ, ഓ യേശുവേ, അങ്ങേക്ക് എന്നെ ശുദ്ധമാക്കാൻ കഴിയുമോ? അങ്ങേക്ക് എന്നെ എൻ്റെ പാപത്തെ ക്ഷമിക്കാൻ കഴിയുമോ? അങ്ങേക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിയുമോ? യേശു പറയും, ദൈവത്തെ കൊണ്ട് കഴിയാത്തത് ഒന്നുമേ ഇല്ല. ഏതൊക്കെ കാര്യമുണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിന് സാധ്യമാണ്. നോക്കിക്കേ, അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്വത്രം ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഗദരദേശത്ത് ആ യേശുവാകുന്ന പ്രകാശം ഇറങ്ങി ചെന്നപ്പോൾ ബന്ധനങ്ങൾ അഴിച്ചു. നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് സ്വത്രം ഈ പ്രകാശം ഒന്ന് ശൗലിന്റെ മേൽ ചുറ്റി അടിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. സൂര്യനെ കവിഞ്ഞൊരു പ്രകാശം ഓ ശൗലിന്റെ മേൽ ചുറ്റി അങ്ങ് അടിച്ചു. ആമേൻ. ദൈവമക്കളെ ഉപദ്രവിക്കാൻ വന്നതാണ്. സത്യവചനത്തിനെതിരായിട്ട് നിന്നതാണ് ആര്? ശൗല്. സ്നാനത്തിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ, അന്യഭാഷയ്ക്കെതിരെ, കൃപാവരങ്ങൾക്കെതിരെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിനെതിരെ, സ്വത്രം ദൈവവചനത്തിനെതിരെ, സ്വത്രം കൈകൊട്ടി ആരാധിക്കുന്ന കാണുമ്പോൾ പറയും, ഇതൊക്കെ ഭൂതം പിടിച്ചതാണെന്ന് പറയും. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? ശൗല്. ദൈവത്തിന്റെ മക്കൾ എവിടെ ഉണ്ടെന്ന് കേട്ടാലും കൊല്ലാൻ ഓടുന്ന ആളായിരുന്നു ആര്? ശൗല്. ഒരു മൃഗം പോലത്തെ സ്വഭാവമായിരുന്നു ആർക്ക്? സ്വത്രം. എല്ലാം തികഞ്ഞെന്നുള്ളൊരു ചിന്തയുള്ള ആളായിരുന്നു ആര്? സ്വത്രം. ശൗല്. പണക്കാരനായിരുന്നു ആര്? ശൗല്. സ്വത്രം. എല്ലാ രീതിയിലും പണ്ഡിതനും പഠിപ്പും അറിവും ജ്ഞാനവും എല്ലാ കഴിവും ഒത്ത ഒരു മനുഷ്യനായിരുന്നു. പറയപ്പെടുന്നത് കപ്പൽ വ്യാപാരിയുടെ മകനായിരുന്നു ശൗല്. എന്നാൽ സ്വത്രം അധികാരികളോട് അധികാര പത്രവും വാങ്ങി സ്വത്രം കർത്താവിനെ യേശുവിനെ ആരാധിക്കുന്ന മക്കളെ ഉപദ്രവിക്കാൻ അധികാര പത്രവും ചുരുട്ടിക്കൊണ്ട് വന്നതാ. ഈ ലോകത്തിന്റെ അധികാരം ഇവൻ വാങ്ങി ചുരുട്ടിയപ്പോൾ അവൻ അറിഞ്ഞില്ല, ഓ സ്വർഗത്തിലൊരു അധികാരമുണ്ട്. എടാ, ഇത് ലോകത്തിലുള്ള അധികാരമേ നിന്റെ കയ്യിലുള്ളൂ. എന്നാൽ സ്വർഗത്തിലുള്ള അധികാരം ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ലോകത്തിലുള്ള അധികാരം കാറ്റും. ഇന്ന് രാത്രി ഏതൊക്കെ വീട്ടുകാരോട്, ഏതൊക്കെ വ്യക്തികളോട് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, സ്വർഗത്തിലെ അധികാരം നിന്റെ വീട്ടിനകത്ത്, നിന്റെ കുടുംബ തലങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ പിശാചിന്റെ അധികാരങ്ങൾ തച്ചു ഉടക്കും. ഓ, കുടുംബങ്ങൾക്കകത്ത്, തലമുറകളുടെ മേൽ, കുടുംബ ജീവിതങ്ങൾക്കകത്ത് ഏതൊക്കെ കുടുംബങ്ങൾ വിള്ളൽ ഇന്ന് രാത്രി അവൻ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ സ്വർഗത്തിലെ വെളിച്ചം ഇന്ന് ഇറങ്ങുന്നുണ്ട്.
ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, സ്വസ്ഥതയില്ലാതെ എനിക്ക് ഇറങ്ങി ഓടിയ മതി, ആറ്റിൽ ചാടി മരിച്ചു കളയാം, സ്തോത്രം, എവിടെയെങ്കിലും ചാടി ആത്മഹത്യ ചെയ്യാം എന്ന് സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നീ ആത്മഹത്യ ചെയ്താൽ നിനക്ക് സമാധാനം കിട്ടുമെന്ന് കരുതുന്നില്ല. അതിനുശേഷം ഒരു നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഇന്ന് രാത്രി ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എന്നാൽ എല്ലാത്തിനും പരിഹാരം യേശു. ഹല്ലേലൂയ. ഈ ശൗല് വാങ്ങിയ അധികാരപത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അധികാരപത്രം സ്വത്രം വാങ്ങി വരികയാണ്. എന്നാൽ മറ്റൊരു അധികാരമുണ്ട്. ഏതധികാരം? ദൈവത്തിൻ്റെ അധികാരം. ഈ അധികാരം വരുമ്പോൾ ലോകത്തിൻ്റെ അധികാരങ്ങൾ ഉടയും. ശൗൽ ഈ ലോകത്തിൻ്റെ അധികാരങ്ങളെല്ലാം വാങ്ങി ദൈവമക്കളെ ഉപദ്രവിക്കാൻ ഡമസ്കോസ് വരെ വരുമ്പോൾ, യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ, ഇതാ ഒരു അധികാരത്തിൻ്റെ പ്രകാശം ശൗലിൻ്റെ മേൽ ചുറ്റി അങ്ങോട്ട് മിന്നി. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രകാശം ശൗലിൻ്റെ മേൽ ചുറ്റി മിന്നിയപ്പോൾ ശൗൽ തെറിച്ചു വീണു. അതോടെ ശൗലിൻ്റെ കെട്ട് പൊട്ടി. സ്വത്രം, പരിശുദ്ധാത്മാവിനെതിരായിരുന്നു ഒരുപക്ഷെ സ്നാനത്തിനും ദൈവവചനത്തിനും ആരാധിക്കുന്ന മക്കൾക്കും ബന്ധക്കോസ് എന്ന് പറയുമ്പോഴേ അലർജി. എന്തോന്ന്? സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നു പറയുമ്പോഴേ കാർത്തുപ്പല് കെട്ടുപൊട്ടി. കാരണം എന്താ? കാർത്തുപ്പി എന്തുകൊണ്ട്? അയാൾ അറിഞ്ഞിട്ടാണോ? അല്ല, സുബോധമില്ല. സുബോധം വന്ന എപ്പോഴാ? വെളിച്ചടിച്ചവൻ മനസ്സിലായി, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ ഉപദ്രവിക്കാൻ, ദൈവമക്കളെ തകർത്ത് കളയാൻ, ദൈവമക്കളെ സ്വത്രം നാമാവശേഷമാക്കുവാൻ കടന്നു വന്ന ഒരു മനുഷ്യനാണ് ആര്? ശൗൽ എന്ന മനുഷ്യൻ. ഈ മനുഷ്യനെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വായിക്കുമ്പോൾ സൂര്യനെ കവിഞ്ഞ് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞ ഒരു പ്രകാശം തൻ്റെ മേൽ അടിക്കുകയും ചുരുളുമായി താൻ തെറിച്ച് വീഴുകയും ചെയ്തു. താൻ പിന്നെ ആ ചുരുളെടുത്ത് ഉപയോഗിക്കാൻ ദൈവം വിട്ടില്ല. അന്ന് മുതൽ ആരെ ഇയാളെ എതിരായിട്ട് സംസാരിച്ചോ, ആ എതിരായി സംസാരിച്ച യേശുവിൻ്റെ നാമം മാത്രം ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ ഇല്ലൂരിയ ദേശം വരെ വിളിച്ചു പറയാൻ ഈ ശൗലിനെ ദൈവം ആ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറച്ചെങ്കിൽ ഇന്ന് രാത്രി ചില പാത്രങ്ങളെ, മണ്ണുകളെ കരങ്ങളിൽ എടുത്ത് കുശവനാകുന്ന യേശു ക്രിസ്തു തൻ്റെ പ്രകാശത്തെ വർഷിപ്പിച്ച് കെട്ടുകളെ പൊട്ടിച്ച് ബന്ധനങ്ങളെ അടിച്ച് ചങ്ങലകളെ ഉടച്ച് ചില വ്യക്തികളെ യേശുവിനായിട്ട് പുറത്തു കൊണ്ടുവരുവാൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മറ്റൊരുവരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഏക 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 നാമം യേശു എന്ന നാമം. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ആര്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു എവിടെ വന്നു? ഗദരദേശത്ത് നിന്നപ്പോൾ, ഗദരദേശത്ത് 6000 ഭൂതം പോയപ്പോൾ സുബോധം വന്നു. കണ്ണു തുറന്നു. പപ്പയെ കണ്ടു, അമ്മയെ കണ്ടു, സഹോദരങ്ങളെ കണ്ടു, ബന്ധുക്കളെ കണ്ടു. അയ്യോ, എൻ്റെ പപ്പയാണ്, എത്ര കാലം ഞാൻ വേദനിപ്പിച്ചു. എൻ്റെ അമ്മയാണ്, ഞാൻ എത്ര കാലം വേദനിപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളാണ്, ഇവർ ഞാൻ എത്ര കാലം വേദനിപ്പിച്ചു. അയ്യോ, എൻ്റെ കൂട്ടുകാരാണ്, ഇവർ ഞാൻ എത്ര കാലം വേദനിപ്പിച്ചു. യേശുവിനെ കാണാൻ പറ്റാത്ത കണ്ണുകൾ തുറന്നു. അവൻ യേശുവിനെ കണ്ടു. അവൻ വസ്ത്രം ധരിച്ചു. അവന് സുബോധം വന്നു, സുബോധം വന്നു, സുബോധം വന്നു, സുബോധം വന്നു. ദൈവത്തിന് സ്വതന്ത്രം. കെട്ടുകൾ പൊട്ടും. യേശു വന്ന കെട്ട് പൊട്ടും. എൻ്റെ ജീവിതത്തിനകത്ത് എത്രയോ അനുഭവങ്ങൾ ചങ്ങലക്കിട്ടവരുടെ അടുക്കൽ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് തൊടുന്ന കണ്ട് അവരുടെ സുബോധം തിരിച്ചു വരുന്നത് കണ്ട എത്ര അനുഭവങ്ങൾ. യേശു ഇന്നും വിടുവിക്കുന്ന ദൈവം. യേശു ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവം. ഇന്ന് യേശു ഇന്നും വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പൂവാറുള്ള ഒരു വീട്ടിനകത്ത്, ഒരു മുറിക്കകത്ത് ഒരു സഹോദരനെ പൂട്ടിയിട്ടിരുന്നു. ഹല്ലേലൂയ. സ്വോത്രം. സുബോധമില്ല, നഷ്ടപ്പെട്ടു. ഭാര്യ അറിഞ്ഞൂടാ, മക്കളെ അറിഞ്ഞൂടാ, ആരെ അറിഞ്ഞൂടാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരു വരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സഹോദരൻ്റെ കെട്ടുകളെല്ലാം പൊട്ടി, ബന്ധനങ്ങൾ അഴിഞ്ഞു. ആ ഭാര്യയെ തിരിച്ചറിഞ്ഞുകൂടാത്ത ആ മനുഷ്യൻ ഭാര്യയെ തിരിച്ചറിഞ്ഞു. മക്കളെ തിരിച്ചറിഞ്ഞുകൂടാത്ത ആ മനുഷ്യൻ മക്കളെ തിരിച്ചറിഞ്ഞു. ഞാൻ പറയാ, ഭൂതം വിട്ടു പോയപ്പോൾ അയാളുടെ സുബോധം തിരിച്ചു വന്നു. ഇന്ന് രാത്രി ഭൂതത്തെ അഴിക്കുന്നൊരു ദൈവം
ഈ ദേശത്ത്, ഈ ഗ്രൗണ്ടിൽ, ഈ ദേശത്ത്, ഓലത്താണിയിൽ, ഈ കവിത നടന്ന ദേശത്ത് ഒരുവൻ ഇറങ്ങി നടക്കുന്നുണ്ട്. മറ്റൊരുവനും രക്ഷയില്ല. രക്ഷിക്കാൻ കഴിവുള്ള ഒരുവൻ ഈ ദേശത്ത് ഇറങ്ങി നടക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിലുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ, നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം തരുന്ന ഒരുവൻ നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ ആ ഒരുവൻ നിങ്ങളുടെ അടുക്കലുണ്ട്. ആ യേശു ഇന്ന് കെട്ടുകളെ പൊട്ടിക്കും, ബന്ധനങ്ങളെ അഴിക്കും, നുഖങ്ങളെ പൊട്ടിക്കും. 33 ദുർഭൂതങ്ങളെ കാൽവരി ക്രൂശിൽ ചതച്ചരച്ച യേശുവിന്റെ ശക്തി ഈ ഗ്രൗണ്ടിന്റെ ഫ്രണ്ട് മുതൽ ബാക്ക് അറ്റം വരെ ഈ ദേശത്ത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അത് ഒഴുകാണ്. അത് തീ പോലെ ഇറങ്ങി കത്തുന്നു. ചില വ്യക്തികളുടെ തല മുതൽ പാദം വരെ ആ തീ ഇറങ്ങി ആളി കത്തുകയാണ്. ചിലതിനെ കത്തിക്കുന്ന തീ, ചിലതിനെ ഉടയ്ക്കുന്ന തീ, ചിലതിനെ തകർക്കുന്ന തീ. അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശു ഇന്ന് ഈ ദേശത്ത് നടക്കുന്നു. ഹല്ലേലൂയ. ലഗ്യോൻ 6000 ഭൂതമുള്ളവൻ മുട്ടുമടക്കിയിട്ട് ചോദിച്ചു, അപ്പാ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നോ? യേശു ദണ്ഡിപ്പിക്കാനല്ല വന്നത്, നിന്നെ ഉടച്ചു മാറ്റിയിട്ട് നിത്യതയിൽ നിന്റെ പേരെഴുതാൻ വന്നതാ. ആ രക്തം കൊണ്ട് കഴുകി, ആ കെട്ടുകളെ പൊട്ടിച്ച്, ആ ദുഷ്ടമണ്ഡലങ്ങളെ അടിച്ച്, നിന്റെ പേരും കൂടെ, നരകത്തിൽ പോകേണ്ട നിന്റെ പേരും കൂടെ സ്വർഗത്തിൽ ഇന്ന് രാത്രി എഴുതിക്കാനാണ് ഈ കൺവെൻഷൻ. ഈ ദേശത്ത് നിന്റെ പേര് കൂടെ, നരകത്തിൽ പോകേണ്ട നിന്നെ നീ ഓടി നടന്നിട്ട് ഒന്നും നിന്നെ രക്ഷിക്കാതിരിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനെയാണ് ഈ ദേശത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് യേശു ക്രിസ്തു അത്രേ. ആ യേശു ക്രിസ്തുവിനെ രക്ഷിക്കുന്നവൻ, യേശു ക്രിസ്തുവിന്റെ കെട്ട് പൊട്ടിക്കുന്നവൻ, യേശു ക്രിസ്തുവിനെ വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. സുബോധം ഇല്ലാത്തവർക്ക് സുബോധം കൊടുക്കുന്നവൻ. ചങ്ങലകൾ കെട്ടപ്പെട്ട അപ്പനാരെന്ന് അറിഞ്ഞുകൂടാതെ, അമ്മയാരെന്ന് അറിഞ്ഞുകൂടാതെ സുബോധമില്ലാതെ നടക്കുന്നവരെ സുബോധം കൊടുക്കുന്ന ഒരുവനേ ഉള്ളൂ. അത് മരുന്നിൽ പോകത്തില്ല, അത് ഇഞ്ചക്ഷനിൽ പോകത്തില്ല, അത് ഗുളികയിൽ പോകത്തില്ല. അത് യേശുവിന്റെ നാമത്തിൽ അത് മാറും. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മുട്ടും മടക്കാത്തതൊന്നുമില്ല. പാട്ടുകാരൻ പാടി, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, ഡാഡി മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഡാഡി മാത്രം കർത്താവ്, ഡാഡി മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. യേശു മാത്രം കർത്താവ്. അന്നും അത്ഭുതം ചെയ്യുന്നു, ഇന്നും അത്ഭുതം ചെയ്യുന്നു. അന്നും ബന്ധനടിക്കുന്നു, ഇന്നും ബന്ധനടിക്കുന്നു. അന്നും കെട്ടുകളെ പൊട്ടിക്കുന്നു, ഇന്നും കെട്ടുകളെ പൊട്ടിക്കുന്നു. 33 ദുർഭൂതങ്ങൾ എഴുതി വെച്ച രേഖകളെ ക്രൂശിൽ യേശു ക്രിസ്തു പരസ്യ കാഴ്ചയാക്കി. അതേ യേശു ഇന്ന് ഈ ഓലത്താണി ദേശത്ത്, ഈ കവിത നട ദേശത്ത് യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. നിനക്കെതിരെ ശത്രു എഴുതിയ സകല രേഖ
രേഖകളുടെ അവസാന രാത്രിയാണ്. അതിനെ വലിച്ചു കീറി നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാണ്. ജീവിതം തീർന്നെന്ന് പറയുമ്പോൾ, സകലതും അവസാനിച്ചെന്ന് പറയുമ്പോൾ, അസ്തമിച്ചെന്ന് പറയുമ്പോൾ, ഇനി മുന്നോട്ടില്ലെന്ന് പറഞ്ഞ് ശത്രു നിന്നെ ഒതുക്കി അടച്ച അധ്യായത്തെ ഇന്ന് രാത്രി തുറപ്പിക്കുന്ന രാത്രിയത്രേ. ഇന്ന് രാത്രി പൂട്ടിയതിനെ തുറപ്പിക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു ഗദര ദേശത്തിറങ്ങിയപ്പോൾ ആ മനുഷ്യന് സുബോധം വന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ മേൽ യേശുവിന്റെ പ്രകാശം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം വന്നപ്പോൾ എന്താ സംഭവിച്ച സഹോദരങ്ങളെ? ഹല്ലേലൂയ! ശൗലിന്റെ കണ്ണ് തുറന്നു. അതുവരെ രക്ഷയ്ക്ക് അയാൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അയാൾ പറയുമായിരുന്നു വട്ടുവെന്ന്. സ്നാനപ്പെടാൻ പറഞ്ഞ അയാൾ പറയായിരുന്നു കുഴപ്പം പിടിച്ചെന്ന് പറയുന്നു. ആര്? ശൗൽ. അയാൾ പറയുമായിരുന്നു യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം, യേശു മാത്രം കർത്താവ് എന്ന് പറഞ്ഞാൽ പോടാന്ന് പറയുമായിരുന്നു. സ്വത്രം ആരുടെ മുമ്പിലും ആരെന്തൊക്കെ പറഞ്ഞാലും ഒതുങ്ങാത്തവനായിരുന്നു ആര്? ശൗൽ. ഒറ്റ പ്രകാശം ഒരു സെക്കൻഡോടെ അട്ട ചുരുളും പോലെ ചുരുട്ടു വീണിട്ട് പറഞ്ഞു, നീ ആരാകുന്നു കർത്താവേ? യേശുവിന്റെ മറുപടി, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? അടുത്ത ശൗൽ തിരിച്ചു ചോദിക്കുകയാണ്, നീ ആരാകുന്നു? കർത്താവേ. കർത്താവെ എന്ന് വിളിക്കാത്ത നിന്നെ കൊണ്ട് കർത്താവെ എന്ന് വിളിപ്പിക്കുന്നവനാണ് ആര്? യേശു കർത്താവെന്ന് വിളിപ്പിക്കുന്നവനാണ് ആര്? ഏത് നാവിലും ജ്വലിപ്പിക്കുന്ന ശബ്ദമാക്കി മാറ്റുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം ആരെല്ലാം യേശുവിൻ്റെ വചനത്തെയും സത്യത്തെയും സത്യസുവിശേഷത്തെയും റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ അവരെയെല്ലാം വായികളെ തുറപ്പിച്ച് സ്തോത്രവും സ്തുതിയും ഹല്ലേലൂയയും പറഞ്ഞ് ആയിരങ്ങളോട് കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തിച്ചിട്ടല്ലാതെ എവിടെയെല്ലാം ഒരുപാട് എതിർപ്പ് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം തഴച്ചു വളർന്ന ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പറയാം അത് യേശുവിൻ്റെ നാമമാണ്. അല്ലെങ്കിൽ ഒതുക്കും തോറും വളരുന്ന നാമം, തകർക്കാൻ നോക്കും തോറും ശക്തിപ്പെടുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമമേ ഉള്ളൂ. ഇവിടെ ഏതാ ശൗലിനെ പൗലോസാക്കിയ ഒരു നാമം. അവസാനം ഫിലിപ്പിയർ 3 വരുമ്പോൾ യഥാർത്ഥ മാനസാന്തരം എന്തെന്ന് പഠിപ്പിച്ചെന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമേ ഉള്ളൂ. ശൗലിൻ്റെ കണ്ണ് തുറന്നു. ശൗല് പറഞ്ഞു യേശു മാത്രം കർത്താവ്. ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ ശൗല് പോകുമ്പോഴും ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഫിലിപ്പിയർ 3-ാം അധ്യായം നിങ്ങൾ 1 മുതൽ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സമ്മതിച്ച് പരീശൻ, സഭയെ ഉപദ്രവിച്ചവൻ, എങ്കിലും ലാഭമായിരുന്നതെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയവൻ, അത്രയുമല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സകലതും ചാവറന്നുപേക്ഷിച്ചവൻ. ഹല്ലേലൂയ. ഫിലിപ്പിയർ 3:1 മുതൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിനകത്തുള്ള കാര്യങ്ങളെ ഞാൻ ഈ പറഞ്ഞ് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സ്തോത്രം. സ്തോത്രം. നരഭോജിയെയും നരസ്നേഹിയാക്കി മാറ്റുന്നൊരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമേ ഉള്ളൂ. ഈ സ്തോത്രം ഏത് കള്ളനെയും സ്തോത്രം ഒരു അനുഗ്രഹമായി മാറ്റുന്ന നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമേ ഉള്ളൂ. ഏത് ചെന്നായെയും കുഞ്ഞാടാക്കുന്ന നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമേ ഉള്ളൂ. ഏത് പാവിയെയും കളങ്കമില്ലാത്ത ഊരമില്ലാത്ത ആളാക്കി ഒരു വിശുദ്ധ പൈതലാക്കി മാറ്റുന്ന ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമമേ ഉള്ളൂ. ആ യേശുവിൻ്റെ നാമം ഈ ദേശത്ത്, ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ദേശത്ത്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ താങ്കൾ കഠിനമേറിയ വിഷയങ്ങളിലൂടെ ആയിരിക്കാം സ്നേഹിത, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, മക്കളെ, മാതാവേ, പിതാവേ, നിങ്ങൾ കടന്നു പോകുന്നത് ഏത് കടുത്ത വിഷയമാകട്ടെ, ഞാൻ പറയാം ഏത് വിഷയത്തിനും പരിഹാരം തരാൻ ശക്തിയുള്ള ഒരു നാമത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് യേശുവേ എന്റെ ഹൃദയത്തിനകത്തൊന്ന് വരണമേ, ഇനി എന്റെ ജീവിതം അങ്ങേക്കായി താണേ എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ പറയാം യേശു നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വന്നിരിക്കും. ഹല്ലേലൂയ. ആ യേശു വിടുവിക്കുവാൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അനേകായിരങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ച ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം. മഗ്ദലക്കാരത്തി മറി എന്ന സഹോദരി ഭൂതം പിടിപെട്ട് സുബോധം നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് സമനില തെറ്റി ഒരുപക്ഷെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ആ സഹോദരി ശല്യമായി മാറി. എന്തെങ്കിലും പ്രശ്നം വന്നാൽ വീട്ടിൽ എത്ര വലിയവരെന്ന് പറഞ്ഞാൽ 4-5 ദിവസമൊക്കെ നോക്കും. 4-5 ദിവസമൊക്കെ നോക്കും. അത് കഴിയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? മടുക്കുമ്പോൾ അങ്ങ് വിടും. എങ്ങനെ മടുക്കുമ്പം ആ സഹോദരി ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. മടുത്തപ്പം വിട്ടു, ഉപദ്രവം കൂടി, ഒരുപക്ഷെ പലയിടത്തും കൊണ്ടുപോയി കാണും. പക്ഷെ ഒരു വിടുതലും കിട്ടിയില്ല. അങ്ങനെ ഒരുപക്ഷെ വസ്ത്രവും കീറിപ്പറിച്ച്
റോഡിൽ കവലകളിലോ ഇവിടെ കിടന്ന് ആഹാരത്തിന് പോലും നിർവാഹമില്ലാതെ ഒരുപക്ഷെ സ്വത്രം ഒരു തെരുവിലൂടെ ഒരുപക്ഷെ അലഞ്ഞിരിക്കാം ആ മകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ആരും തൊടാത്ത, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ആർക്കും ആർക്കും ചേർത്ത് പിടിക്കാൻ പറ്റാത്ത, എല്ലാവർക്കും ശല്യമായി മാറിയ ആ മകളെ യേശു ഒരു ദിവസം കണ്ടു. ആ ശല്യമായി മാറിയ സഹോദരിയെ യേശു ചേർത്ത് പിടിച്ചു. യേശു അവളെ ചിന്തിച്ചു, അവളെ തൊട്ടു, അവളുടെ ഭൂതത്തെ ഒഴിപ്പിച്ചു. അപ്പോൾ തന്നെ അവൾ സുബോധം വന്നു. എല്ലാ ഭൂതം അവളെ വിട്ടു പോയപ്പോൾ അവൾക്ക് സുബോധം വന്നു. അതുകൊണ്ടാണ് ആ കല്ലറയുടെ ചുവട്ടിൽ ശിഷ്യന്മാർ പോലും യേശുവിനെ വന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു പോയപ്പോൾ ഇതാ ഈ സഹോദരി മറിയ മാത്രം പോയില്ല. എൻ്റെ യേശുവിനെ എവിടെ കൊണ്ടുപോയെന്ന് പറ, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ആഴമായി ബന്ധമുള്ളവർക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. സ്നേഹിതരെ, യേശുവിനെ ആഴമായി സ്നേഹിച്ച ഈ സഹോദരിയോട് ചോദിക്കുക, എന്താ നീ യേശുവിനെ ഇത്രമാത്രം സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ അവൾ പറയും, സുബോധം നഷ്ടപ്പെട്ട് അപ്പനെ അമ്മയും തിരിച്ചറിഞ്ഞുകൂടാതെ, വീട്ടിനകത്ത് കിടക്കാൻ പറ്റാതെ, ജീവിതം തകർന്ന്, സ്തോത്രം, കവലകളിലൂടെ പോകുമ്പോൾ കടത്തിണ്ണയിൽ എന്തെങ്കിലും തരണേന്ന് പറയുമ്പോൾ ചൂടുവെള്ളം എൻ്റെ മുഖത്തൊഴിക്കുമായിരുന്നു. അങ്ങനെ ആരും എന്നെ അംഗീകരിക്കാതിരുന്നപ്പോൾ ഒരു ദിവസം ഒരുവൻ ആ മെഗീരി കൈവിട്ട് ഓടുന്ന ജനമാണ്. പക്ഷെ അന്ന് ഒരുവൻ എൻ്റെ അടുത്ത് വന്നപ്പോഴേ ഒരു സമാധാനം എൻ്റെ മേൽ ഇറങ്ങി. എൻ്റെ അടുത്ത് വന്നപ്പോഴേ ഒരു ആശ്വാസം എൻ്റെ മേൽ ഇറങ്ങി. എൻ്റെ അടുത്ത് വന്നപ്പോഴേ ഒരു തടുപ്പ് എൻ്റെ മേൽ ഇറങ്ങി. അത് മറ്റാരുമായിരുന്നില്ല, എൻ്റെ ഭൂതത്തെ ഒഴിപ്പിച്ച നസ്രയനാകുന്ന യേശുവായിരുന്നു. അവൾ അന്നു മുതൽ ആരുടെ മകളായി ജീവിച്ചു? യേശുവിൻ്റെ വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആമേൻ. ഭൂതം വിട്ടുപോയപ്പോൾ അവൾ പ്രാണപ്രിയനെ കണ്ടു. കാണേണ്ടും മണ്ണും കണ്ടപ്പോൾ അപ്പനെ വിട്ടു മാറാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാണേണ്ടും മണ്ണ് ഒരു വ്യക്തി കാണുമ്പോൾ ആ വ്യക്തിക്ക് മുഴുവൻ മാറ്റം വരും. സ്വഭാവത്തിനകത്ത്, ജീവിതത്തിനകത്ത്, നോട്ടത്തിനകത്ത്, ചിന്തയ്ക്കകത്ത്, പ്രവർത്തിക്കകത്തെല്ലാം വ്യത്യാസം വരും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ യേശു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. സഹോദര, നിന്റെ അടുക്കൽ, സഹോദരി, നിന്റെ അടുക്കൽ നമ്മെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ഒരിക്കൽ യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 3:14 വായിക്കുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. സ്വത്രം, എന്നെയും നിന്റെയും പാപത്തെ മോചിപ്പിക്കുവാൻ സ്വത്രം യേശുവിനെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ പിതാവിന് സ്വന്തം പുത്രനാകുന്ന യേശുവിനെ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്തേണ്ടതായിരുന്നു. വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 3:14 വായിക്കുമ്പോൾ, എൻ്റെ മാന്യ ശ്രോതാവേ, 2000 വർഷങ്ങൾക്ക് മുൻപ്, സ്തോത്രം, 4000 വർഷങ്ങൾക്ക് മുൻപ് മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ തനിക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി, സ്തോത്രം, ഒരുവൻ ഇതാ 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതാ കാൽവരി കൊലക്കളത്തിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ താങ്കൾക്ക് വേണ്ടി ഒരുവനെ ഉയർത്തിയിട്ടുണ്ട്. അതാരാണെന്ന് അറിയാമോ? യേശു എന്ന കർത്താവിനെ താങ്കൾക്ക് വേണ്ടി ആ ക്രൂശിൽ ഉയർത്തിയിട്ടുണ്ട്. ആ ക്രൂശിലേക്ക് നോക്കുന്ന ഒരുവനും ലജ്ജിച്ച് പോകത്തില്ല. ആ ക്രൂശിലേക്ക് നോക്കുന്ന, ആ യേശുവിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യനും തകരുകയില്ല, ലജ്ജിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആ ക്രൂശിലേക്ക് ആരെല്ലാം നോക്കിയാലും ആ ക്രൂശിൽ നോക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ? ഏത് പാവി ഉണ്ടെങ്കിലും ആ ക്രൂശിൽ വിടുതലാണ്. സ്വത്രം, ഈ ലോകത്തിലെ പാപം നിറഞ്ഞ ജനത്തെ രക്ഷിക്കുവാൻ പിതാവാകുന്ന ദൈവം എടുത്ത കാര്യം എന്തെന്നറിയാമോ? ഒരു പാപമില്ലാത്ത ഒരാൾ വരണം. പാപമില്ലാത്ത ഒരാളെ ഉള്ളൂ. തരാ യേശു എന്ന പിതാവിൻ്റെ പുത്രനാകുന്നു യേശു മാത്രമേ ഉള്ളൂ. സ്വത്രം, പിതാവും പുത്രനും കൂടെ ഒരു ദിവസം സംസാരിച്ചു. മോനെ, നീ ഒന്ന് നോക്കിക്കേ, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും അവിടെ വെച്ച് കണ്ടു ദൈവം. ഇത്രയും ലോക ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. സ്വത്രം, ഇവരെല്ലാം നരകത്തിൽ പോകണ്ടെങ്കിൽ നിന്നെ എനിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്ന് യേശുവിനോട് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞു, അപ്പാ പോകാം.
ഹല്ലേലൂയ. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വർഗത്തിലെ മഹിമ വിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം സ്വത്രം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന് വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പിതാവിന് വേറെ ഒരു മാർഗവുമില്ല. ഈ മാനവരാശിയെ രക്ഷിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പാപമില്ലാത്ത ഒരുവൻ വരണം. പാപമില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. അങ്ങനെ ഒരുവനെ ഈ ഭൂമിയിൽ എത്തിക്കാൻ പിതാവാകുന്ന ദൈവം മറിയ എന്ന സഹോദരിയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ യേശു ക്രിസ്തു ഉരുവായി. ഒരു പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു മാത്രമാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ. പുരുഷൻ ഇല്ലാതെ ജനിച്ച ഒരുവനേ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. അപ്പൊ പാപിയെ രക്ഷിപ്പാൻ പാപമില്ലാത്ത ഒരുവൻ വരണം. അങ്ങനെ പാപമില്ലാത്ത ഒരുവനെ നോക്കുമ്പോൾ പിതാവാകുന്ന ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ മാത്രമേ പാപമില്ല, ഊനമില്ലെന്ന് കണ്ടു. അങ്ങനെ യേശു ക്രിസ്തുവിനെ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മ വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. യോഹന്ന സുവിശേഷം 1-ാം അധ്യായത്തിനകത്തുണ്ട്. ദൈവത്തിന് മഹത്വം. ഞാൻ പറയട്ടെ, സ്തോത്ര, യേശു ക്രിസ്തു ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ മറിയയുടെ ഉദരത്തിനകത്ത് ഉരുവാകുകയും മാസവും ദിവസവും പൂർത്തിയാക്കി യേശു ക്രിസ്തുവിനെ വഴിയമ്പലത്തിൽ, സ്ഥലം എവിടെയാണ് പ്രസവിച്ചു എന്ന് അറിയത്തില്ല, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ യേശു ക്രിസ്തുവിനെ കൊണ്ടുകിടത്തി പശുത്തൊട്ടിയിൽ. കൊണ്ടുകിടത്തിയ സ്ഥലമാണ് എവിടെ? പശുത്തൊട്ടി. ജനിച്ചത് എവിടെയല്ല? പശുത്തൊട്ടിയിലല്ല, കൊണ്ടുകിടത്തിയ സ്ഥലമാണ് പശുത്തൊട്ടി. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഇതാ വിദ്വാൻമാർ വരികയാണ്. സ്വത്രം രാജാവായി ജനനത്തിൽ ഇന്ന് അനേകർ സ്വത്രം ജനിച്ച ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് മന്ത്രിയാകുന്നത്, MLA ആകുന്നതും പ്രധാനമന്ത്രിയാകുന്നതും. അല്ലെങ്കിൽ പണ്ടത്തെ രാജകീയ ഭരണത്തിൻ്റെ കാലത്താണെങ്കിൽ രാജാവാകുന്നത് ജനിച്ച ഉടനെ രാജാവായി ജനിച്ചവൻ ആരുമില്ല. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു രാജാവായി ജനിച്ചു. രാജാവായി ജനിച്ച ഒരാളെ ഉള്ളൂ, അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആരും യേശുവിനെ രാജാവാക്കിയതല്ല, ജനിച്ചപ്പോഴേ രാജാവ്. ദൈവത്തിന് സ്വത്രം. ആമേൻ. വിദ്വാൻമാർ സ്വത്രം യേശുവിൻ്റെ അടുക്കൽ വന്ന് മൂരു പൊന്നു കുന്തിരുക്കം കാഴ്ചവെച്ചു. സ്വത്രം അവർ ആരാധിച്ചു. ദൂതന്മാർ അവിടെ ഇറങ്ങി. കണ്ടോ, ദൂതന്മാർ അവിടെ ഇറങ്ങി ആരാധിക്കാൻ. ഹല്ലേലൂയ. സാറാഫുകൾ ആരാധിക്കുന്ന പരിശുദ്ധനെ ആരാധിക്കാൻ ദൂത സൈന്യം അവിടെ ഇറങ്ങി. എവിടെ ഇറങ്ങി? പുൽത്തൊഴുത്തിൽ. യേശുവിനെ ആരാധിക്കാൻ ആരിറങ്ങി? മനുഷ്യനെ ആരാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ദൂതന്മാർ ഇറങ്ങി അവിടെ ആരാധിച്ചു. ദൈവത്തിന് സ്വത്രം. ഈ യേശു ക്രിസ്തു ആമേൻ വളർന്നു. സ്വത്രം. ദൈവത്തെ സ്തുതിച്ചു, ജ്ഞാനത്തിലും കൃപയിൽ വളർന്നു. 30-ാം വയസ്സിൽ യേശു ക്രിസ്തു ഇതാ ദൈവത്തിന് സ്വത്രം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമെടുക്കുവാൻ ഇതാ യോർദാനിലേക്ക് പോവുകയാണ്. യോർദാനിലേക്ക് യേശു പോവുകയാണ്. സ്നേഹിത, സഹോദര, സഹോദരി, സകല നീതി നിവർത്തിക്കുവാൻ യോർദാനിലേക്ക് പോവുകയാണ്. യോർദാൻ നദിയിൽ പോയി യോഹന്നാന്റെ കൈക്കീഴിൽ യേശു എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. യേശുവിൻ്റെ സ്നാനം സ്വത്രം ഏത് സ്നാനമായിരുന്നു? യേശു സ്നാനപ്പെട്ട് എങ്ങനെയായിരുന്നു? വെള്ളത്തിനകത്ത് മുങ്ങി സ്നാനപ്പെട്ടു. ഒറ്റ സ്നാനമേ ഉള്ളൂ. ഏത് സ്നാനം? വെള്ളത്തിനകത്ത് മുങ്ങി ഉള്ള സ്നാനം. അതാണ് ദൈവം പ്രസാദിക്കുന്ന സ്നാനം. എന്തിനാണ് സ്നാനം? നമ്മൾ പള്ളിയിൽ ചേരാനൊന്നുമല്ല സ്നാനം, യേശുവിനോട് ചേരാനാണ്. യേശുവിനോട് ചേരണോ? സ്നാനപ്പെടണം. ഒരു പൈസയും മുടക്കില്ല. ഒരു പൈസയും. നമ്മളിലുള്ള നമ്മൾ മരിച്ചാലേ സ്നാനം വരൂ. നമ്മളിലുള്ള നമ്മൾ പൊങ്ങിയിരിക്കുന്നിടത്തോളം നമ്മൾ മട്ടിപ്പെടുകയില്ല. നമ്മളിലുള്ള നമ്മൾ മരിക്കുമ്പോൾ യേശു മാത്രം കർത്താവെന്ന് പറയും. അവിടെയാണ് ഉടയുന്നതും, അവിടെയാണ് മുട്ടുമടക്കുന്നതും, അവിടെയാണ് സ്നാനത്തിൻ്റെ വില മനസ്സിലാക്കുന്നതും. എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നത് സ്നാനത്തിലൂടെയാണ്. ഒരു തളിപ്പൽ സ്നാനം, എൻ്റെ തലയിൽ തളിപ്പാണ് സ്നാനമുണ്ടെങ്കിൽ എങ്ങനെ കുഴിച്ചിടും? ഇല്ല. മണ്ണിനടിയിൽ മരിച്ച ഒരാൾ കുഴിച്ചിടും പോലെ വെള്ളത്തിനകത്ത് മുങ്ങുമ്പോൾ അതുവരെയുള്ള ആദമ്യ മനുഷ്യരെ, പാവ മനുഷ്യനെ കുഴിച്ചിടുന്നതാണ് സ്നാനം. ദൈവത്തിന് സ്വത്രം. അതിന് സ്നാനപ്പെടേണ്ടി വരും. അത് സ്നാനം പെട്ടേ തീരൂ. സ്നാനം ഒന്നേ ഉള്ളൂ, അത് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവം വേർതിരിക്കപ്പെട്ട ദൈവവേലക്കാരുടെ കൈക്കീഴിൽ സ്വത്രം വെള്ളത്തിനകത്ത് മുങ്ങി സ്നാനപ്പെട്ട് പുറത്തു വരുമ്പോൾ പുറത്തു വരുന്ന ഒരാൾ സാധാരണ ആളല്ല, ക്രിസ്തുവിനെ ധരിച്ച ആരെ ധരിക്കണമെങ്കിൽ എന്ത് പോകണം? സ്നാനം വേണം. ക്രിസ്തുവിനെ ധരിച്ച പുതു മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു.
പുതുക്കപ്പെടുമല്ലോ, പുതുമനുഷ്യൻ. പിന്നെ ആ പുതുക്കത്തിലാണ് ജീവിതം. ഏത്? സ്നാനപ്പെട്ട ആളുടെ ജീവിതം പുതുക്കത്തിലാണ്. യേശുക്രിസ്തു സ്നാനപ്പെട്ടു, സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഓ എന്നൊരു ശബ്ദവും ഉണ്ടായി. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി. സ്വത്രം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന യേശുക്രിസ്തു അപ്പം മുതൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. 30-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഇതാ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ഇതാ മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തുകയാണ്. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയെ വിട്ടു മടങ്ങി. എങ്ങനെ? ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയെ വിട്ട് മടങ്ങി അങ്ങോട്ട് ശുശ്രൂഷ തുടങ്ങി. ഭൂതങ്ങൾ പുറത്തായി, ബന്ധനം അഴിഞ്ഞു, കെട്ടുകൾ പൊട്ടി. ഓ സ്വത്രം, കുഷ്ഠരോഗികൾ, ആരും തൊടാത്ത കുഷ്ഠരോഗികളെ യേശു തൊടാൻ തുടങ്ങി. യേശു കുഷ്ഠരോഗിയെ തൊടുമ്പോൾ കുഷ്ഠം യേശുവിനെ തൊട്ടില്ല. ആമേൻ. അധികാരമുള്ളവൻ, ശക്തിയുള്ളവൻ, ബലമുള്ളവൻ, മരിച്ചവനെ ഉയർപ്പിച്ചവൻ, കെട്ടുകളെ പൊട്ടിച്ചവൻ, ഭൂതങ്ങളെ ഉടച്ചവൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയവൻ, ഓ നയിലെ വിധവയുടെ കുഞ്ഞിനെ വിടുവിച്ചവൻ, ഓ മഞ്ചത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവൻ, ലാസറിന്റെ കല്ലറയിൽ നിന്ന് ലാസറേ പുറത്തു വായെന്ന് പറഞ്ഞവൻ. അമ്മേൻ. മലയുടെ മുകളിൽ കയറിയിരുന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായം ഉപദേശങ്ങൾ ഗിരിപ്രഭാഷണത്തിലൂടെ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ സഹായിക്കണം, എങ്ങനെ സഹായിക്കരുത്, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്, എങ്ങനെ ഓ സ്തോത്രം ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, നിന്റെ കണ്ണ് എങ്ങനെ ആയിരിക്കണം, കണ്ണ് പാപത്തിലാണെങ്കിൽ ചൂടുന്നെടുത്ത് കളയണം എന്ന് പറഞ്ഞ് കട്ടിയായ ഉപദേശങ്ങൾ മത്തായി സുവിശേഷം 5-ഉം 6-ഉം 7-ഉം അധ്യായം കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിലൂടെ പഠിപ്പിച്ച ശേഷം 7-ാം അധ്യായം അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു അവിടെ ഒരു വാക്ക് പറഞ്ഞ് നിർത്തി. ഹല്ലേലൂയ. പാറമേൽ വീട് പണിയുന്നവനും മണലിന്മേൽ വീട് പണിയുന്ന മനുഷ്യനും, പാറമേൽ വീട് പണിയുന്ന മനുഷ്യൻ ക്രിസ്തുവിൽ പണിയുന്നു, വചനത്തിൽ പണിയുന്നു. അവന്റെ ജീവിതം എങ്ങനെ? ഇന്ന് അനേകർ രക്ഷിക്കപ്പെട്ടെന്ന് പറയും, മാനസാന്തരപ്പെട്ട. ചീത്തയ്ക്ക് ഒരു കുറവുമില്ല. ഞാൻ പറയാം, നീ രക്ഷപ്പെട്ടിട്ടില്ല, ഉറപ്പ്. ചീത്തയും മോശം വാക്കും കോപവും പകയും പിണക്കവും അസൂയയും വെട്ടിപ്പിടിയും തട്ടിപ്പും കള്ളത്തനവും ഭാര്യയടിയും ഭർത്താവിനോടൊക്കും, എന്നിട്ട് പള്ളി ചെന്ന് കർത്തൃമേശയ്ക്ക് ഇങ്ങനെ നിൽക്കും. നീ സ്വർഗത്തിൽ പോകില്ല. അവസാനം ഈ കർത്തൃമേശ നിന്നെ ശിക്ഷാവിധിയായിട്ട് മാറും. അതിനേക്കാൾ നല്ലത് യേശു അകത്ത് വന്നോ. ഞാൻ പറയാം, നഖത്തിനകം വരെ മാറ്റം വരും. ചുമ്മാ ഒന്നും അല്ല. യേശു അകത്ത് വന്ന തലമുടി നാരിഴം മുതൽ നഖത്തിൻ ഗ്ലോറി മാത്രമല്ല വരുന്നത്. ജീവിതത്തിനകത്ത് യേശുവിൻ്റെ സ്വഭാവം ഇറങ്ങാൻ തുടങ്ങും. നമ്മൾ മരിക്കാൻ തുടങ്ങും. നമ്മളെ പാപ മനുഷ്യൻ മരിക്കാൻ തുടങ്ങും. ശാപമല്ല വരുന്നത്, അനുഗ്രഹം വരും. ശത്രുവിനെ സ്നേഹിക്കും. ഒരു ചെകിട് അകടിക്കുന്നവനെ മറു ചെകിട് കാണിച്ചു കൊടുക്കുന്ന സ്നേഹം ഇത് മനുഷ്യൻ്റെതല്ല, ഇത് യേശുവിൻ്റെതാണ്. പ്രസംഗിക്കാൻ ആർക്കാ പറ്റാത്തെ? പാടാൻ ആർക്കാ പറ്റാത്തെ? അത്ഭുതങ്ങൾ ചെയ്യാൻ ആർക്കാ പറ്റാത്തെ? ഭൂതങ്ങളെ നമുക്കറിയാം. മത്തായി സുവിശേഷം 7-20 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ എന്നെ കർത്താവേ, 21 മുതൽ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അന്നാളിൽ എന്നോട് പറയും, കർത്താവേ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, വീര്യം പ്രവർത്തിച്ചു, ഓ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം ചെയ്തു എന്ന് പറയും. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നിന്നെ അറിഞ്ഞൂടാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടാ. നീ സൗഖ്യമൊക്കെ ആയി, പക്ഷെ എനിക്ക് നിന്നെ, യേശു എന്നെ അറിഞ്ഞെങ്കിൽ, ഞാൻ യേശുവിനെ അറിഞ്ഞെങ്കിൽ എൻ്റെ യേശുവിൻ്റെ സ്വഭാവം എൻ്റെ അകത്ത് വരും. ഗ്ലോറി ഗ്ലോറിയും പറഞ്ഞിട്ട് ചീത്ത വിളിയൊന്നും വരില്ല. പള്ളി പോകുമ്പോൾ എന്തൊരു ഭക്തി, ഓ ഗ്ലോറി, തലയൊക്കെ തവണങ്ങി നമ്മളെപ്പോലെ ഭക്തി അഭിനയിക്കാൻ ഒരു സിനിമാ നടന്മാർ പോലും ഇത്രയും അഭിനയിക്കില്ല, പള്ളിക്കാരെ പോലെ അത്ര അഭിനയിച്ച് മയക്കി ആൾക്കാരെ ഗ്ലോറി പറഞ്ഞ് സ്വോത്രം പറഞ്ഞ് ആരാധിച്ചും കൈയടിച്ച് സൂതിച്ചും ഒക്കെ മയക്കാൻ ജീവിതത്തിനകത്ത് നമ്മുടെ അകത്ത് യേശുവില്ലെങ്കിൽ ഞാൻ പറയാം, യേശുവില്ലാത്ത ഒറ്റ ഇടത്തിന് കടക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല സ്വർഗം. കോടിക്കണക്കിന് പ്രസംഗിച്ചാലും ഈ പ്രസംഗിക്കുന്ന എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ജീവിതത്തിനകത്ത് യേശു അകത്ത് വന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മേഖലയ്ക്കകത്ത് മാറ്റം വരാത്തടത്തോളം കാലം
പാടിയിട്ടും പ്രസംഗിച്ചിട്ടും ജീവിതത്തിനകത്ത് ഒന്നുമില്ലെങ്കിൽ പാട്ടുകാരൻ പാടി, ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്ന, ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. കർത്തൃമേശക്കെട്ട് പാട്ടൊക്കെ പാടി ആരാധിച്ച് ആത്മാവിലൊക്കെ നിറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ 1 മണിക്കൂർ വലിയ കുഴപ്പമില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ കെട്ടുവിടും. അവിടെ ആരാധിച്ചതിൻ്റെ വചനം കേട്ടെൻ്റെ കെട്ടുവിടും. വീട്ടിൽ വന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ കെട്ടുവിടുമ്പോൾ വെട്ട് കുത്ത് പിന്നെ അറിയാമല്ലോ എന്താണെന്ന്. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ മക്കളെ ശപിക്കുന്ന ശാപം കേട്ടാൽ, തൊഴുന്ന കേട്ടാൽ, പിന്നെ വൈകുന്നേരം ആയാൽ ചീത്ത പാലുപോലെ പുറത്തു വരും. നല്ല രീതിയിൽ അർത്ഥം ഒന്നറിയാമോ? കാപ്പാട്ട വേഷം ധരിച്ച്, ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്ന ചെന്നായാണ് കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച് അകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഭൂതമൊന്നും പോയിട്ടില്ല. ഭൂതം ഉണ്ട് അതിനകത്ത്, ഭൂതം പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, അത് അനുഗ്രഹമായിരിക്കും. എൻ്റെ വാക്ക് അനുഗ്രഹമായിരിക്കും, സംസാരം അനുഗ്രഹമായിരിക്കും. അനേകർക്ക് നീ ഒരു അനുഗ്രഹമാകും. ക്രിസ്തു എൻ്റെ അകത്ത് വന്നാൽ, നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ ശാപമല്ല, നമ്മളൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അനുഗ്രഹവാനാണ്. നമ്മളെ കർത്താവ് നമ്മളിൽ നിറഞ്ഞാൽ നമ്മളൊരു അനുഗ്രഹമാണ്. മറ്റനേകർ അനുഗ്രഹിക്കുമ്പോൾ അവർക്കൊരു അനുഗ്രഹമാണ്. ഒരു വീട്ടിനകത്ത് അനുഗ്രഹത്തോടെ യേശു ക്രിസ്തു ഒരു പൈതൽ ചവിട്ടിയാൽ ആ വീടും അനുഗ്രഹമാണ്. യേശുവുള്ളൊരു പള്ള ഒരു വീട്ടിനകത്ത് ജീവിച്ചാൽ ആ വീട്ടിനകത്ത് രക്ഷിക്കപ്പെടാത്തവരുടെ കെട്ട് പോട്ടം, ബന്ധന അഴിയും, ചങ്ങല പോട്ടും, പിശാച് ഓടും, ദുർഭൂതം കാത്തും. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. 10,000 പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒരു തുമ്പിലെങ്കിലും ഈ വചനം നമ്മളകത്ത് വന്നില്ലെങ്കിൽ ഇത് കേട്ടതുകൊണ്ട് എന്താണ് അർത്ഥം സ്നേഹിതരെ? ഒരർത്ഥവുമില്ല. പള്ളി പോയിട്ടും എല്ലാം ചെയ്തിട്ട് ഒരർത്ഥവുമില്ല. ഗിരിപ്രഭാഷണത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു കാതലായ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, സ്വത്രം 2 പേര് പണിയാൻ തുടങ്ങി. ഒരുത്തൻ പാറമേൽ, ഒരുത്തൻ മണലിൻ്റെ മേൽ. മണലിൻ്റെ മേൽ പണിയുന്നവനുണ്ടല്ലോ, ചീത്തയും വിളിക്കും, മോശം വാക്കും പറയും, പന്നയും പറയും, ശാപിക്കുകയും ചെയ്യും. അയലോത്തുകാരെ കാണുമ്പോൾ പിണക്കമുള്ളവനെ കണ്ടോ കടിച്ച് കീറും. ഇതാണ് യേശു. പിണക്കമുള്ളവനെ കണ്ട കടിച്ചു കീറി. യേശു ആരെയൊക്കെ കടിച്ചു കീറി? യേശു യൂദാസിനെ കടിച്ചു കീറിയോ? യൂദാസ് യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് ചുംബിച്ച് യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാസിനെ കൊണ്ടു നടന്ന് ശുശ്രൂഷയുടെ അവസാനം വരെ യേശു സ്വത്ര ശിഷ്യനായിട്ട് കൊണ്ടു നടന്ന യൂദാസിനെ യേശു കടിച്ചു കീറി. അറിയാമായിരുന്നു യേശുവിന് ഈ 30 വെള്ളിക്കാശ് ഇവനാണ് വാങ്ങാൻ പോകുന്നതെന്നും യവന് എന്ത് സംഭവിക്കുമെന്നും രക്തനിലം വാങ്ങുമെന്നും അതിൻ്റെ പേര് എന്തായിരിക്കുമെന്നും അതെന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നും ഇവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്താകുമെന്നും യേശു ക്രിസ്തു കണ്ടു. എന്നിട്ടും ഇവനെ ഒന്നും പറഞ്ഞില്ല, കൊണ്ടു നടന്നു. ഞാൻ പറയാം, അതിൻ്റെ വിത്ത് എൻ്റെ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഈ സ്വഭാവേ വരൂ. അതിൻ്റെ വിത്തില്ലെങ്കിൽ മറ്റേൻ്റെ വിത്തേ ഉള്ളൂ. അതെന്നറിയാമോ? ഏതെന്നറിയല്ല. ഏതിൻ്റെ വിത്ത്? സാത്താൻ്റെ വിത്ത്. അവ എപ്പോഴും കലക്കം ഉണ്ടാക്കി പിണക്കിച്ച് കൂട്ടയാടി എടുപ്പിച്ച് അയൽവക്കത്തുകാരെ ചീത്ത വിളിപ്പിച്ച് ദേഷ്യം ഒന്ന് കണ്ടാൽ പിന്നെ അവരെ കീറുന്ന, നമ്മളൊക്കെ പറഞ്ഞാൽ ചിലർ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അവരെ കീറി ഒട്ടിച്ചിട്ടേ. നമ്മൾ ചിലരോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അവരെ വീട്ടിൻ്റെ മുറ്റത്തോലും നമ്മളാരും. കാരണം ഞാനെന്ന അഹങ്കാരം നമ്മളിൽ പൊങ്ങി നിൽക്കുന്നിടത്തോളം കാലം ഞാൻ പറയാം കീറിയിട്ടില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സൗമ്യതയോ ഗ്ലോറി താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പിൻ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ. യേശു പറഞ്ഞ വരിക, കർത്താവ് സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പിൻ. 30-ാം വയസ്സിൽ ഇതാ കർത്താവ് സ്നാനപ്പെട്ട് ശുശ്രൂഷ ആരംഭിക്കുന്നു. 24-ാം ഗിരിപ്രഭാഷണത്തിൽ അവസാനം പറയും, മണലിന്മേൽ വീട് പണിതവനുണ്ടല്ലോ, എല്ലാ പാവം ചെയ്തു, മണലിന്മേൽ വീട് പണിതു, ആരാധിച്ചു, കൈയടിച്ചു, സ്വോത്രം പറഞ്ഞു, എല്ലാമൊക്കെ ചെയ്തു, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. പള്ളിയിൽ പോകുമായിരുന്നു, ഭയങ്കര ഭക്തിയുടെ വേഷമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം വന്നു, ആൾ വീണു. അവൻ്റെ വീഴ്ച വേദപുസ്തകം പറയുന്നു വലിയതായിരുന്നു. നരകത്തീക്കകത്തങ്ങ് വീണു. അതിനാണ് അതിൻ്റെ അർത്ഥം, വേറെ ഒന്നുമല്ല എൻ്റെ അർത്ഥം. ഞാൻ പറയാം, നമ്മൾ മണലിൽ വീട് പണിയുന്നവരാകല്ലേ,
ക്രിസ്തുവിൻ്റെ വചനപ്രകാരം പണിയുന്നവരായിരിക്കണം. വചനം എന്തു പറയുന്നു അതിൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണ്ട. ജീവിതം യേശുവിനായിട്ട്, ജീവിതത്തിനകത്ത് യേശു വന്ന ലൈറ്റ് കത്തിയിരിക്കും. അത് യേശുവിൻ്റെ പ്രകാശമായിരിക്കും. ഓ, ഏക സത്യ ദൈവമാകുന്ന യേശുവിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന ഏറ്റവും ഇസറ്റ് മേഖലക്കകത്ത് ഒരു അഴിച്ചുപണി സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രി അഴിച്ചുപണി നമ്മളുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇന്നത്തെ ഈ വചനം കേൾക്കുമ്പോൾ മാന്യ ശ്രോതാവെ ഒരു അഴിച്ചുപണി വരട്ടെ. എന്നാൽ നോക്കിക്കേ, യേശു ക്രിസ്തു ഇതാ 33.5 വയസ്സാകുമ്പോൾ, ഓ, ഗത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ ക്രൂശിന്മേൽ തൂക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നുകയാണ്. അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. യേശുവിന് അറിയാം താനിതാ ക്രൂശിക്കപ്പെടാൻ പോകുന്നു. മാനവജാതിയുടെ പാപത്തെ നീക്കണമെങ്കിൽ പിതാവിന് വേറെ ഒരു വഴിയുമില്ല. യേശു എന്ന പുത്രനെ മാത്രമേ വിടാൻ വഴിയുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തു തന്റെ ഏകജനായ പുത്രനെ, ഓ സ്തോത്രം, ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ 33.5 വയസ്സാകുമ്പോൾ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പടയാളികൾ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. അവനെ സ്തോത്രം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി കോളക്കളം വരെ വേദപുസ്തകം പറയുന്നു, മോളെ, നിന്റെ പാപത്തെ പോക്കണമെങ്കിൽ ഒരുവൻ മരിക്കണമായിരുന്നു. ഒറ്റപ്പെട്ട നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ, നിനക്ക് വേണ്ടി തകർന്ന ഒരുവൻ, നിന്നോടുള്ള പ്രേമം കൊണ്ട് ലോകത്തിന് നിന്നെ വേണ്ടെങ്കിലും, നാട്ടുകാർക്ക് നിന്നെ വേണ്ടെങ്കിലും, വീട്ടുകാർക്ക് നിന്നെ വേണ്ടെങ്കിലും, ബന്ധുക്കൾക്ക് നിന്നെ വേണ്ടെങ്കിലും, അയൽവാസികൾക്ക് നിന്നെ വേണ്ടെങ്കിലും, നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ടെങ്കിലും, നിന്റെ നാട്ടുകാർക്ക് നീ ഒരു ശാപമാണെങ്കിലും, ഇന്ന് രാത്രി വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഇന്ന് രാത്രി നീ അത് അറിയുന്നുണ്ടോ? സ്നേഹിത, നീ നരകത്തിൽ പോകാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നീ നരക തീക്കകത്ത് പോകാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി മരിച്ചു എന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? ഹല്ലേലൂയ. നീ ജനിക്കും മുൻപ് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പിതാവാകുന്ന ദൈവം തന്റെ പുത്രനെ ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ ഇതാ സ്വത്രം ഏൽപ്പിച്ചത് നീ അറിയുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ എഴുതി വെച്ചു. 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചേ. യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചേ. യോഹന്നാൻ 3:14 വായിച്ചേ. വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം നിങ്ങൾ വായിച്ചേ. യോഹന്നാൻ 3:14 വായിച്ചേ. യോഹന്നാൻ 3-ാം അധ്യായം 14-ാം വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ഹല്ലേലൂയ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്. ആ സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്തണമായിരുന്നു. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലെ, പുതിയ നിയമത്തിനകത്ത് വെളിപ്പെട്ട യേശു ക്രിസ്തു പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം മുതലേ വായിക്കുമ്പോൾ ആരുണ്ട്? യേശു ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതലേ വായിക്കുമ്പോൾ ഓരോ പുസ്തകത്തിനകത്തും ആരുണ്ട്? യേശു ക്രിസ്തു ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 3-ാം അധ്യായം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ? പെസഹ കുഞ്ഞാട്. ആരാ പെസഹ കുഞ്ഞാട്? നസ്രായനാകുന്ന യേശു ക്രിസ്തു. പുറപ്പാടിൽ പെസഹ കുഞ്ഞാടാണെങ്കിൽ ലേവ്യ പുസ്തകം അർക്കപ്പെട്ട കുഞ്ഞാട്. ലേവ്യ പുസ്തകം പഴയ നിയമം 3-ാമത്തെ പുസ്തകമാണ്. ലേവ്യ പുസ്തകം പുസ്തകത്തിൽ അർപ്പണങ്ങൾ തർപ്പണങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. പാവം സ്വത്രം വരുമ്പോൾ പാപത്തിന് യാഗമർപ്പിക്കും. ഓരോ യാഗങ്ങളുണ്ട്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിനകത്ത് അറുക്കപ്പെട്ട കുഞ്ഞാടായി യേശു ക്രിസ്തു വെളിപ്പെടുന്നു. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവാണ് സംഖ്യാപുസ്തകത്തിനകത്ത് വെളിപ്പെട്ട് കാണുന്നത്. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ വരുവാനുള്ള പ്രവാചകനെ കുറിച്ചാണ് വെളിപ്പെട്ടിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ചിലതിനെ തകർക്കുന്ന സന്തതിയായി യേശു ക്രിസ്തു ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നിന്റെ കുടുംബ തലങ്ങൾക്കകത്ത് നിന്നെ മുന്നോട്ട് വിടാതെ ഒതുക്കുന്ന ചില ശക്തികളെ തകർക്കുന്ന ഒരുവൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരുവൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവൻ യേശു ക്രിസ്തു സർപ്പത്തിന്റെ തല തകർത്തെങ്കിൽ
വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടു. അടുത്ത് വീണ്ടും നോക്കുമ്പോൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട്. ശ്രദ്ധിച്ചു കേട്ടെ, അന്നത്തെ കാലത്തുണ്ടല്ലോ, പഴയ നിയമകാലത്ത് ഒരു മനുഷ്യൻ പാപം ചെയ്താൽ പുരോഹിതന്റെ അടുക്കൽ ആടിനെ കൊണ്ടുവരും. ആടിനെ കൊണ്ടുവരുമ്പോൾ പുരോഹിതന്റെ സകല പാപവും ആടിന്റെ മേൽ ചുമത്തും. പുരോഹിതൻ അറിയത്തില്ല. ഇതുപോലെ ഒരു ദിവസം ഒരു കുഞ്ഞാട്, ഊനമില്ലാത്തൊരു കുഞ്ഞാട് വരും. ആ കുഞ്ഞാടിന്റെ മേൽ സകല പാപവും ചുമത്തുമെന്ന്, ആ ക്രൂശിൽ കുഞ്ഞാടിന്റെ മേൽ സകല പാപവും ചുമത്തുമെന്ന് അന്ന് അവരറിഞ്ഞില്ല. അന്ന് പുരോഹിതന്മാർ ആടിന്റെ തലയിൽ കൈവച്ച്, സ്തോത്രം, ഈ ആട് കൊണ്ടുവരുന്ന ആളിനെ, ആ ആട് കൊണ്ടുവരുന്നത് ആരാണോ അയാളുടെ പാപം മുഴുവൻ ആടിന്റെ തലയിൽ കൈവച്ചിട്ട് പറയും, എല്ലാം ഇവന്റെ ഈ ആടിന്റെ മേലെ ആക്കും, തലയിലാക്കും. എന്നിട്ടാണ് അതിനെ യാഗമർപ്പിക്കുന്നത്. പാപമോചനത്തിന് വേണ്ടി യാഗമർപ്പിക്കും. അപ്പോഴും പുരോഹിതന് വെളിപ്പെട്ടില്ല. ഇതുപോലെ ഒരു ദിവസം യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമാകുന്ന പാപമില്ലാത്ത ഒരു ഊനമില്ലാത്തൊരു കുഞ്ഞാട് നമുക്ക് വേണ്ടി പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗൊത്ത മല വരെയും വീണു എഴുന്നേറ്റും പോകുമെന്നും അവിടെ അറുക്കപ്പെടുമെന്നും അവരറിഞ്ഞില്ല. അപ്പോഴെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. യാഗമർപ്പിക്കുമ്പോഴറിഞ്ഞില്ല. ഇതുപോലെ ഒരുവൻ ആടിന് പകരം മാനവജാതിയുടെ പാപത്തിന് വേണ്ടി പരിഹാരമായി പിതാവാകുന്ന ദൈവം, പുത്രനാകുന്ന യേശുവിനെ മശിഹായെ ഈ ഭൂമിയിലേക്ക് അയക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. ലേവ്യ പുസ്തകത്തിനകത്ത് കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ സംഖ്യ പുസ്തകത്തിനകത്ത് അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവാണ് സംഖ്യ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ. സംഖ്യയിൽ അടിക്കപ്പെട്ട പാറയാകുന്ന ക്രിസ്തുവെങ്കിൽ ആവർത്തന പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ വരുവാനുള്ള പ്രവാചകനായ യേശുവിനെ കാണാം. വീണ്ടും തീർന്നില്ല. അടുത്ത് യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് മുഖ്യ സൈന്യാധിപനാകുന്ന യേശു. പാട്ടുകാരൻ പാടി, സർവസൈന്യാധിപൻ യേശു, അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ, കർത്താതികർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ, കർത്താതികർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനായി പഠിക്കേ. രാജാതിരാജനെ, കർത്താതികർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാ ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. രാജാതിരാജനെ, കർത്താതികർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിനകത്ത് വരുമ്പോൾ 4-ാം അധ്യായം അവസാന പാരഗ്രാഫ് വായിക്കുമ്പോൾ ഇതാ യോശുവ എന്ന ഭക്തൻ
സ്തോത്രം, ഹല്ലേലൂയ. എരിഹോ മതിലിന്റെ ചുവട്ടിൽ ഇങ്ങനെ തല കമഴ്ത്തി ഇരിക്കുമ്പോൾ സൈന്യത്തിന്റെ അധിപതിയാകുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തു ഊരിപ്പിടിച്ച വാളുമായി എങ്ങനെ ഈ ദേശത്ത് ഊരിപ്പിടിച്ച വാളുമായി ഒരുവൻ വന്നിട്ടുണ്ട്. സൈന്യാധിപൻ. എന്തിനു വേണ്ടിയ സൈന്യാധിപൻ വരുന്ന? യുദ്ധം ചെയ്യാൻ. ആരോട് യുദ്ധം ചെയ്യാൻ? ദൈവമക്കൾക്കെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളോട് യുദ്ധം ചെയ്യാൻ. നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ഇരുട്ടിനോട് യുദ്ധം ചെയ്യാൻ. ഓ സ്തോത്രം, ആമേൻ. യെരിഹോവിന്റെ രാജാവിനെയും രാജ്യത്തിലുള്ള സകലത്തെയും ആമേൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഒരുവനിതാ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മുന്നോട്ട് നോക്കുമ്പോൾ ഇതാ വലിയൊരു വൻമതിൽ ഇരിക്കുമ്പോൾ ഇതാ യോശുവയുടെ പുസ്തകത്തിൽ സൈന്യത്തിന്റെ അധിപതിയായി എൻ്റെ സ്വർഗത്തിലെ ദൈവം അങ്ങോട്ട് ഊരിപ്പിടിച്ച വാളുമായി വരികയാണ്. ആമേൻ. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, യോശുവ ഇങ്ങനെ കമന്നിരിക്കുമ്പോൾ ഇതാ യെരിഹോ തൊട്ട് മതിൽ നിൽക്കുകയാണ്. ഓ വൻമതിൽ, വൻമതിൽ, വൻമതിൽ. എങ്ങനെ? വൻമതിൽ. ഓ ദൈവത്തിന് സ്തോത്രം. ആർക്കും പൊളിക്കാൻ പറ്റാത്ത, തകർക്കാൻ പറ്റാത്ത, മനുഷ്യന്റെ ഏത് ശക്തി കൊണ്ട് ഉടയ്ക്കാൻ പറ്റാത്ത ഒരു വൻമതിലിന്റെ അടുക്കൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കെട്ടപ്പെട്ട ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ പഴുതില്ലാതെ യോശുവ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുവൻ ഇങ്ങനെ നടന്നു വരികയാണ്. അവൻ്റെ കയ്യിലൊരു വാളുണ്ട്, ഊരി പിടിച്ചിരിക്കുന്നു. ഓ സ്തോത്രം. യോശുവ തല ഉയർത്തി നോക്കുമ്പോൾ ഒരുവൻ ഇതാ വരുന്നു. യോശുവ സ്തോത്രം ആ വരുന്നവനോട് ചോദിച്ചു, ഓ സ്തോത്രം, നീ ആരുടെ പക്ഷക്കാരൻ? ഒരു സാധാരണ മനുഷ്യനെ പോലെ വാൾ ഊരി പിടിച്ചും കൊണ്ട് അവിടെ വരികയാണ് ഒരുവൻ. ആമേൻ. വരുന്ന ആളിനെ കണ്ടപ്പോൾ ഒരു സാധാരണ ആളിനെ പോലെ യോശുവയ്ക്ക് തോന്നി. യോശുവ ചോദിച്ചു, നീ ആരുടെ പക്ഷക്കാരൻ? ഓ സ്തോത്രം. അവൻ പറഞ്ഞു, ഞാൻ സൈന്യത്തിന്റെ അധിപതി. ആരാ വന്നേ? സൈന്യത്തിന്റെ അധിപതി. ഓ എന്തിനാ വന്നേ? മോനെ, നീ വർഷകാലം കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ നീ തകർന്നിവിടെ ഇരിക്കല്ലേ. പക്ഷെ നിന്നെ മുന്നോട്ടയക്കാൻ ഞാൻ വന്നതാണ്. ഒരു വാളുമായിട്ട് എൻ്റെ അപ്പൻ ഇറങ്ങി. നിന്റെ വീട്ടിനകത്ത് ഒരു വാൾ ഇറങ്ങുന്നുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തച്ചുടയ്ക്കുന്ന സൈന്യത്തിന്റെ അധിപതി നിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓ നീ കഴിഞ്ഞ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പൈതലെ, നീ പേടിക്കണ്ട. ആ വാളിറങ്ങി നിന്നെ കുടുംബത്തെ ഒതുക്കുന്ന ചില ഇരുട്ടിനെ തകർക്കാൻ ആ വാൾ ഇന്ന് ഈ ദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ സൈന്യത്തിൻ്റെ അധിപതിയായി നിൽക്കുന്ന ക്രിസ്തുവിനെ ആണെങ്കിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ യേശു നീതിയുള്ള ന്യായാധിപതിയായി, എങ്ങനെയാ നീതിയോടെ നിൽക്കുന്ന ഒരു ന്യായാധിപതിയായിട്ട് വായിക്കും. രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ യേശുവിനെ അവിടെ എങ്ങനെ കാണുന്നത് അറിയാമോ? യേശു ഒരു വീണ്ടെടുപ്പുകാരൻ. യേശു ആരാണ്? രൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇതാ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ കാണാം. 1 ശമൂവേലിന്റെ പുസ്തകം മുതൽ ദിനവൃത്താന്ത പുസ്തകം വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് അഭിഷക്തനായ മശിഹയാണ് കാണുന്നത്. എങ്ങനെ അഭിഷക്തനായ മശിഹ? എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ യേശു അയക്കപ്പെട്ടവനായിട്ട്, യേശു അയക്കപ്പെട്ടവനായിട്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ യേശു വന്നിട്ടുണ്ട്. ഈ ദേശത്തിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിന്നെ പുതുക്കി പണിയുന്ന, ജീവിതത്തെ പുതുക്കി പണിയുന്ന, മുന്നോട്ട് പോകാൻ പറ്റാതെ എവിടൊക്കെ പിന്മാറി വക്കു പൊട്ടിയ നിന്നെ, പ്രാർത്ഥന ഇല്ലാതെ, ആരാധന ഇല്ലാതെ, വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ട്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട്, കൃപ നഷ്ടപ്പെട്ട്, അഭിഷേകം നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, പുതുക്കി പണിയുന്ന ഒരു യേശു ആമേൻ ഇന്ന് ഈ ദേശത്ത് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. പൈതലേ, കുറച്ച് ദിവസം ദൈവത്തെ ആരാധിച്ചു കാണും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ, എന്തെങ്കിലും പ്രതികൂലം വന്നപ്പോൾ വക്കു പൊട്ടിയാളായി, വീണുടഞ്ഞ ആളായി, പിന്മാറ്റക്കാരിയായി നീ മൂലെ ഒതുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ പണിയുന്ന ഒരു സ്വർഗം ഈ ദേശത്തിറങ്ങിയിട്ടുണ്ട്. നിന്നെ പണിത് പുറത്തു കൊണ്ടുവരുന്ന നെഹമ്യാവിന്റെ പുസ്തകത്തിൽ യേശു പുതുക്കി പണിയുന്നവനെങ്കിൽ, എസ്തറിന്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ മധ്യസ്ഥൻ യേശു. ദൈവത്തിനും മനുഷ്യനും നടുവിൽ ഏക മധ്യസ്ഥൻ അതാ യേശു ക്രിസ്തു. എസ്തറിന്റെ പുസ്തകത്തിൽ ഏക മധ്യസ്ഥൻ യേശുവെങ്കിൽ, ഇയ്യോബിന്റെ പുസ്തകത്തിൽ പൊടിമേൽ നിൽക്കുന്ന വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം ധ്യാനിക്കുമ്പോൾ ആരാ? പൊടിമേൽ നിൽക്കുന്ന വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. ഇയ്യോബിനൊന്ന് തിരിഞ്ഞു നോക്കിക്കേ.
സെക്കൻഡ് കൊണ്ട് സകലതും നഷ്ടമായെങ്കിൽ സെക്കൻഡ് കൊണ്ട് സകലത്തെയും തിരികെ കൊടുക്കുവാൻ അധികാരമുള്ള ഒരുവനാണ് ക്രിസ്തു. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ മടങ്ങ് സെക്കൻഡുകൾ കൊണ്ട് തിരിച്ചു കൊടുത്തൊരു ദൈവം. കഴിഞ്ഞ നാളുകൾ നഷ്ടം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. നഷ്ടം മാത്രമേ ഉള്ളൂവെങ്കിൽ നഷ്ടപ്പെട്ടതിൻ്റെ നന്മകൾ ഇരട്ടിയായി മടക്കി തരുന്നൊരു കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. അതേ പഴയ നിയമത്തിനകത്ത് ഇതാ സ്വത്ര ഇയ്യോബിന്റെ പുസ്തകത്തിൽ പൊടിമേൽ നിൽക്കുന്ന ക്രിസ്തുവായി നിൽക്കുന്ന വീണ്ടെടുപ്പുകാരനായിട്ട് കാണുന്നുവെങ്കിൽ സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന ഒരു കർത്താവ്. സങ്കീർത്തനത്തിൽ യേശു ആരാ? പക്ഷികൾക്കും മൃഗങ്ങൾക്കും പറവകൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു കർത്താവ്. നിങ്ങൾ 150 സങ്കീർത്തനം വായിച്ചു നോക്കിക്കേ. പക്ഷികൾ ആരാധിക്കുന്നു, പറവകൾ ആരാധിക്കുന്നു, സകല ചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്തുതിക്കുന്ന ചരാചരങ്ങൾക്ക് ഭക്ഷണം മുടങ്ങാതെ കൊടുക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവത്തെ സങ്കീർത്തനം പറയുന്നെങ്കിൽ സദൃശ്യവാങ്ങൾ ജ്ഞാനമായ ക്രിസ്തു, സഭാപ്രസംഗിൽ ജ്ഞാനിയായ യേശു, ഉത്തമ ഗീതത്തിൽ വെണ്മയും ചുവപ്പുമുള്ള ക്രിസ്തു, തൻ്റെ കാന്തയായ മണവാട്ടിക്ക് ഒത്ത മണവാളനാകുന്ന ക്രിസ്തുവെങ്കിൽ രാത്രി ഞാൻ പറയട്ടെ, ഉത്തമ ഗീതം വായിക്കുന്നൊരു മണവാട്ടിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല, സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല, സ്തോത്രം പറയാതിരിക്കാൻ കഴിയത്തില്ല. ഉത്തമഗീതം പുസ്തകം വായിക്കുമ്പോൾ മണവാട്ടി വിങ്ങിപ്പൊട്ടും. എന്താ കാര്യം? പൊക്കിൾ കൊടി മുറിക്കാതെ പ്രസവിച്ച ഉടനെ വലിച്ചെറിഞ്ഞ സ്തോത്രം ആ നാരകത്തിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ ഇടയനാകുന്ന യേശു ക്രിസ്തു തേടി വന്ന് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ചേർത്ത് പിടിച്ചു സഭയ്ക്കകത്ത് കൊണ്ടുപോയി പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുത്ത് അതിനെ വളർത്തി മെച്ചപ്പെടുത്തിയെടുത്ത് ക്രിസ്തുവിന്റെ പൈതലാക്കി മണവാട്ടിയാക്കി മാറ്റിയ യേശുവിന്റെ സ്നേഹമാണ് ഉത്തമ ഗീതത്തിനകത്ത്. ആർക്കും ബന്ധം വേർതിരിക്കാൻ പറ്റാത്ത ഒരു മണവാട്ടിയെ കുറിച്ച്, ഒരു മണവാളനെ കുറിച്ചും എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഉത്തമ ഗീതം. അതിനകത്ത് വായിക്കുമ്പോൾ പ്രേമം കൊണ്ട് ആർക്കും അകറ്റിവിടാൻ പറ്റാത്ത യേശു തൻ്റെ സഭയും. ആരെ? യേശു തൻ്റെ മണവാട്ടി പറയും, ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവച്ചിട്ടും, പെട്ടെന്ന് ഞാൻ നിർത്തിക്കൊള്ളാം, മണവാട്ടിയുടെ അടുത്ത് സമ്പത്ത് കൊണ്ടുവച്ച് നോക്കി. ശലോമോൻ്റെ വീട്ടിനകത്ത് ഉത്തമഗീതം പുസ്തകത്തിനകത്തുള്ള മണവാട്ടി കൊണ്ടുപോയി അവൻ്റെ അടുക്കള കാണിച്ചു, അവൻ്റെ ആഹാരം കാണിച്ചു, ശലോമോൻ്റെ സൗന്ദര്യം കാണിച്ചു, ശലോമോൻ്റെ കൊട്ടാരം കാണിച്ചു, ശലോമോൻ്റെ വൻമാടിയ കാണിച്ചു, സ്വർണം കൊണ്ടുള്ള പല്ലക്കും കാണിച്ചു, സകലതും കാണിച്ചു ശലോമോൻ കൊണ്ടുപോയി. അപ്പോഴും ശലോമോന്റെ വെപ്പാട്ടിമാരും ഭാര്യമാരും അവിടെയുള്ള തോഴിമാരും പറഞ്ഞു, ഇത്രയും ആരോഗ്യ ദൃഢഗാത്രനായ ശലോമോനെ കണ്ടിട്ട് അല്ലയോ ഉത്തമഗീതത്തിലെ മണവാട്ടിയെ, നിനക്കെന്താ അവനെ ഇഷ്ടമല്ലെന്ന് പറയാൻ കാരണം? കേൾക്കണോ? എന്താ ഇഷ്ടമല്ലെന്ന് പറയാൻ കാരണം? ശലോമോനെ, നീ ഒരു ദിവസം ഇവിടെ പട്ടുപോകൂടാ, എന്നാൽ ഞാൻ സ്നേഹിക്കുന്നൊരു മണവാളനുണ്ട്, അവൻ പട്ടുപോകാത്തവൻ, മരണമില്ലാത്തൊരു മണവാളൻ. ഉത്തമഗീത പുസ്തകത്തിൽ ആ സഹോദരിയോട് ചോദിച്ചേ, നീ എന്താ ഇത്രയും സമ്പത്തുള്ളൊരു രാജാവാകുന്ന ശലോമോനെ സ്നേഹിക്കാത്തത്? അവൾ പറയും, ഇയാൾ ജനിച്ച് കുറേ വർഷം ജീവിച്ച് അപ്പൻ്റെ രാജസ്ഥാനം രാജാവായി മോനെ ഏൽപ്പിച്ചതാണ്. പക്ഷേ എന്നെ കല്യാണം കഴിക്കുന്ന പയ്യനുണ്ടല്ലോ, അത് രാജാവായി ജനിച്ചതാ, അത് രാജാവാ. ദൈവത്തിന് സ്തോത്രം. ഇനി കേട്ടോ, സ്തോത്രം. ഇവിടത്തെ രാജാവിന് പാപത്തെ മോചിപ്പിക്കാൻ കഴിയൂല, പൊക്കിൾക്കൊടി മുറിക്കാൻ കഴിയൂല, ചേർത്ത് പിടിക്കാൻ കഴിയൂല. എന്നാൽ എൻ്റെ പാപം നിറഞ്ഞ ചെളിയെ കഴുകിക്കളഞ്ഞ ഒരു 10,000 സുന്ദരൻ, 10,000 പേർക്കേളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർക്കേളിൽ പരമ സുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം, മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുതാൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. ഹല്ലേലൂയ. 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാകുന്ന ഒരുവനേ ഉള്ളൂ. എല്ലാവരും കാണിച്ചു, കൊട്ടാരം കാണിച്ചു, വീട് കാണിച്ചു, സമ്പത്ത് കാണിച്ചു, സ്വർണ്ണ പല്ലക്ക് കാണിച്ചു. ജീസസ് സ്വർണ്ണ പല്ലക്ക് കാണിച്ചപ്പോൾ ഉത്തമഗീതത്തിലെ മണവാട്ടി എന്തെന്നറിയാൻ പറഞ്ഞത്? സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ പല്ലക്കല്ലേ സ്വർണം? എൻ്റെ നാഥൻ സ്വർണ്ണ തെരുവീതിയാണ് സ്വർഗത്തിലിട്ടിരിക്കുന്നത്. മുത്തുകൾ കൊണ്ടാണ് കൊട്ടാരം പണിതിരിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു പ്ലാനിങ്ങിലുമല്ല,
സകലത്തെയും ദൈവത്തിൻ്റെ പ്ലാനിൽ ശില്പിയായി ഒരുവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആ ശില്പി ആരെന്നറിയാമോ? എന്നെ വിവാഹം ചെയ്യുന്ന പയ്യനാ. അവനെ കവിഞ്ഞ് ശലോമോൻ എത്തുവോ? ശലോമോനെ, നിന്റെ സമ്പത്ത് മുഴുവനും കൊണ്ടുവച്ചാലും മത്തായി 6 പറയുന്നു, കർത്താവ് ഉണ്ടാക്കിയ ഒരു താമരയോളം എത്തത്തില്ലടാ. നിന്റെ മുഴുവൻ സമ്പത്തും കൊണ്ടുവച്ചാലും ലോകത്തിൽ ഇന്ന് വരെയും ശലോമോനെ പോലുള്ള സമ്പത്തുള്ളവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. എന്നാൽ ഇവന്റെ മുഴുവൻ സമ്പത്ത് കൊണ്ടുവച്ചാലും എന്റെ ദൈവം ഉണ്ടാക്കിയ ഒരു പുല്ലിന്റെ വില പോലും, സമ്പത്ത് ആരുടേതാ? ശലോമോന്റേത്. പുല്ലാരുണ്ടാക്കിയതാ? ദൈവം. താമര ആരുണ്ടാക്കിയതാ? ദൈവത്തിന്റെ കൈ കൊണ്ടൊരു ഇല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മുഴുവൻ ലോകം ഒരുമിച്ച് വന്നാലും അതിനോടൊപ്പം വിലയാകത്തില്ല. അതാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എത്ര വലിയവനെന്ന് നോക്കിക്കേ. ഈ ദൈവം മാറാത്ത ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉത്തമഗീതം പുസ്തകത്തിനകത്ത് മണവാട്ടി പറയും, വെണ്മയും ചുവപ്പുമുള്ള ഈ ദൈവം, ഈ ദൈവത്തെ വിട്ട് ഞാൻ വരികയില്ലെന്ന് മണവാട്ടി പറയുന്നുവെങ്കിൽ, ഉത്തമഗീതത്തിൽ മണവാളനാകുന്ന യേശു, മണവാട്ടിയാകുന്ന സ്വത്രം കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ കാന്തയുമെങ്കിൽ, സ്വത്രം യെശയ്യാവിന്റെ പുസ്തകത്തിൽ ദാവീദിന്റെ മുളയായ യേശു, ഇരമ്യാവിൽ നീതിയുള്ള എന്റെ കർത്താവായ യേശുവിനെ കാണാം. സ്വത്രം നീതിയുള്ള മുള. യഹസ്കേലിൽ മനുഷ്യപുത്രനാകുന്ന ക്രിസ്തു, ദാനിയേലിൽ കൈ തൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ല്, സകലത്തെ കീഴടക്കി മുഴുവനും രാജാവായി ഭരിക്കുന്ന യേശു. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്നുണ്ട്? ദാനിയേൽ വായിക്കുമ്പോൾ അതിനകത്ത് നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരുന്നത്. ഏത് കല്ല്? രാജാതിരാജൻ ആരാ? യേശു. പറഞ്ഞു വരുന്നൊരു കല്ല് സകലത്തെ അടിച്ചുടച്ച് 1000 ആണ്ട് രാജാവായി ഇറങ്ങി വരുന്നൊരു കല്ലാണ് ദാനിയേലിനെങ്കിൽ, ഹോശിയുടെ പുസ്തകത്തിനകത്ത് അതുമുതൽ മലാഖി വരെ വായിക്കുമ്പോൾ യേശു പ്രവചന പുരുഷൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് സംഖ്യാപുസ്തകം 20:1 മുതൽ വായിക്കുമ്പോൾ ഇതിനകത്ത് യേശു ക്രിസ്തുവിനെ സ്വത്രം അവിടെ ഇതാ ഒരു പാമ്പിനോട് പറഞ്ഞിരിക്കുന്നു. നോക്കിക്കേ, സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അതുകൂടെ വായിച്ച് നമുക്ക് അങ്ങോട്ട് പോകണം. പെട്ടെന്ന് വായിച്ചേ, പെട്ടെന്ന് നിർത്തിക്കോളാം. വായിച്ചേ. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 21-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. യോഹന്നാൻ 3:14 യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവാകുന്ന ദൈവം സ്വത്രം പറയുകയാണ്, മക്കളെ, ഈ മാനവജാതി രക്ഷിക്കണമെങ്കിൽ ഒരു ദിവസം നീ ഈ ഭൂമിയിൽ വരേണ്ടി വരും, തകരേണ്ടി വരും, മരിക്കേണ്ടി വരും, അടക്കപ്പെടേണ്ടി വരും, ഉയർക്കേണ്ടി വരും. ഒരു 40 ദിവസം നീ ഇവിടുത്തെ അതിനുശേഷം താമസിക്കണം. 40-ാം ദിവസം നീ എൻ്റെ അടുത്ത് കയറി വരേണ്ടി വരും. ഹല്ലേലൂയ എന്ന് പിതാവ് പുത്രനെ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, മാനവജാതിയുടെ പാപത്തിന് വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ച പിതാവാകുന്ന ദൈവം ഇന്ന് രാത്രി എന്നെ നിന്നെ സ്നേഹിക്കുന്ന സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയേ. സ്വന്തം പുത്രനാകുന്ന യേശുവിനെ പിച്ചി ചീന്തിയിട്ടും മാറി നിന്ന പിതാവാകുന്ന ദൈവം ആരോടുള്ള ഇഷ്ടം കൊണ്ട്, മാന്യ ശ്രോതാവേ, താങ്കളോടുള്ള ഇഷ്ടം കൊണ്ട്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശത്തിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളോടുള്ള ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് തന്റെ പുത്രനാകുന്ന യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു പറഞ്ഞു, ദൈവം പറഞ്ഞു, യേശുപ്പച്ചൻ മരിച്ചല്ലാതെ ഈ പാപത്തിന് മോചനമില്ല. അതുകൊണ്ട് യോഹന്നാൻ 3:14 പറഞ്ഞു, ഹല്ലേലൂയ, മോശ പഴയ നിയമത്തിൽ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. കണ്ടോ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു വരുമ്പോൾ ഓരോ പുസ്തകത്തിനകത്തും ആരുണ്ടായിരുന്നു? ഞാൻ പ്രസംഗിക്കുന്ന, മരിക്കുന്ന, നമുക്ക് വേണ്ടി മരിച്ച യേശു ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഉൽപ്പത്തി മുതൽ ഇവിടം വരെ വന്ന് പറഞ്ഞു. മലാഖി വരെ പറഞ്ഞ വാക്യേതാ? പഴയ നിയമത്തിനകത്തുള്ള ക്രിസ്തുവിനെയാണ് പറഞ്ഞത്. അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു കൊള്ളണം, അവിടെയെല്ലാം ആരാ? അവിടെയെല്ലാം നിൽക്കുന്ന ആരാ? യേശു ക്രിസ്തുവിനെ കാണണം അവിടെ വായിക്കുമ്പോൾ. എന്നാൽ അന്നത്തെ പ്രവാചകന്മാർക്ക് ഒന്നും ആരെ വെളിപ്പെട്ടില്ല? യേശുവിനെ വെളിപ്പെട്ടില്ല. എന്നാൽ സ്വത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, സംഖ്യാപുസ്തകം 20-21 ആ വായിക്കുമ്പോൾ 21-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇതാ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിനെ വിട്ടുമാറി പാപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കോപം ഇറങ്ങി. ദൈവത്തിൻ്റെ കോപം ഇറങ്ങിയപ്പോൾ അവിടെ ഇതാ ജനം മരിച്ചു വീഴാൻ തുടങ്ങി. ഉടനെ സ്വത്രം വായിച്ചേ സംഖ്യാപുസ്തകം 21:4 മുതൽ വായിച്ചേ.
പിന്നെ അവൻ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തെങ്കിൽ ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. എന്ത് ചെയ്തു? ജനം മോശയ്ക്കും ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമില്ല, വെള്ളവുമില്ല. ഇവിടെ എന്തില്ല? അപ്പവുമില്ല, വെള്ളവുമില്ല. അടുത്തവൻ ഈ സാരമില്ലാത്ത ആഹാരം, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. അടുത്തവൻ അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ, അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. എന്തിനയച്ചു? ദൈവം എന്തിനയച്ചു? പിറുപിറുത്തപ്പോ അഗ്നി സർപ്പങ്ങളെ അയച്ചു. അടുത്തവൻ അവ ജനത്തെ കടിച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേൽ വളരെ ജനം മരിച്ചു. അടുത്ത് ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. മോശയുടെ അടുക്കൽ എല്ലാവരും കൂടെ ഓടി വന്നു. അടുത്തവൻ ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അടുത്തവൻ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്തവൻ യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. ദൈവം പറഞ്ഞു, ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കാൻ. ദൈവം ഇത് തൂക്കാൻ പറഞ്ഞപ്പോൾ ഈ മോശയ്ക്കോ കൂടെ നിന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇതുപോലെ ഒരു ദിവസം യേശു ക്രിസ്തു എന്ന പച്ച മരത്തിനെ ഇതുപോലെ തൂക്കേണ്ടി വരും. ഇതുപോലെ യേശുവും തൂങ്ങിയാലേ മാനവജാതിയുടെ പാപത്തിന് മോചനം കിട്ടുകയുള്ളൂ എന്ന് മോശയ്ക്ക് അന്ന് വെളിപ്പെട്ടില്ല, ജനത്തിന് വെളിപ്പെട്ടില്ല. പക്ഷെ ദൈവത്തിനറിയാം, എൻ്റെ മോൻ, എൻ്റെ പൊന്നു മോൻ ഒരു ദിവസം ഇതുപോലെ തൂങ്ങും. 10,000 ലക്ഷങ്ങൾ ആരെല്ലാം ക്രൂശിലേക്ക് നോക്കുന്നുവോ അവരെല്ലാം വിടുവിക്കപ്പെടുവാൻ എൻ്റെ മോൻ തകരും എന്ന് ദൈവത്തിനറിയാമായിരുന്നു. അവിടെ ഇതാ അടുത്തവർ വായിച്ചേ, ടക്കനെ വായിച്ചേ. കടിയേൽക്കുന്ന ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അടുത്തവർ അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു. മതി. അപ്പോൾ അന്ന് ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന് മേൽ തൂക്കിയില്ലേ? അപ്പോൾ ആരെല്ലാം സർപ്പത്തെ നോക്കിയാലും അവരെന്ത് ചെയ്യും? ജീവിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇതാ ക്രൂശിൽ ഒരുവൻ 3 ആണിമേൽ, ഹല്ലേലൂയ, പീലാത്തോസിൻ്റെ കൽത്തളം മുതൽ ഗോൽഗൊത്ത വരെയും വീണു എഴുന്നേറ്റും യേശു ക്രിസ്തു ഇത് നടന്നു പോവുകയാണ്. യേശു ക്രിസ്തു മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ വ്യക്തികൾ 2 സ്ഥലത്ത് നിന്ന് കരയുകയാണ്. യേശു ക്രിസ്തു വീണു എഴുന്നേറ്റും ശരീരം മുഴുവൻ രക്തമൊഴുകി യേശു ക്രിസ്തു പോകുകയാണ്. ഇതാ ശരീരം ആസകലം നുറുങ്ങിയിരിക്കുന്നു, കണ്ണ് തൂങ്ങിയിരിക്കുന്നു. സ്വത്രം ചുമലിൽ ഇതാ പച്ചമര ക്രൂശിരിക്കുന്നു. വീണു എഴുന്നേറ്റും ഒരു വിരിവുമാക്കപ്പെട്ട ശരീരത്തോടെ യേശു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്തുതാ ഭൂതം പിടിപെട്ട മദ്ദലക്കാരത്തി മറിയ സഹോദരൻ നിന്ന് കരയുകയാണ്. ആരും സ്നേഹിക്കാതിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചത് അങ്ങ് മാത്രമാണ്. മറുവശത്ത് നോക്കിയപ്പോൾ ലാസർ നിന്ന് കരയുകയാണ്. അപ്പാ, ഞാൻ മരിച്ച് കല്ലറയിൽ കിടന്നപ്പോൾ നീയാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത്. ലാസർ കരയുന്നുണ്ട്. ഇതാ രക്തസ്രവ സ്ത്രീ, ആ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ട് സൗഖ്യമായവൾ, അവൾ കരയുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വഴിയരികിൽ കിടന്ന് 2 കുരുടന്മാർ നിലവിളിച്ചു, അയ്യോ ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ, നിനക്കെന്ത് വേണം? എനിക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞ് യേശു കാഴ്ച കൊടുത്ത 2 കുരുടന്മാരല്ല, ഒരുപാട് കുരുടന്മാർ സൗഖ്യമായവർ ഒരു വശത്തുനിന്ന് കരയുന്നു. മറുവശത്ത് കുഷ്ഠരോഗികൾ സൗഖ്യമായവർ അവരലറി കരയുകയാണ്. യേശുവേ, സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗികൾ ഒരു വശത്ത്, മരിച്ചുയർത്തെഴുന്നേറ്റ നയീനിലെ വിധവയുടെ മകനും വിധവയും ഒരു വശത്തുനിന്ന് കരയുന്നു. ലോകം കല്ലെറിഞ്ഞ് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് വേശിയെന്ന് മുദ്ര കുത്തിയ ആ സഹോദരി ചങ്കത്തിടിച്ച് കരയാണ്. മണവാളനേ, അങ്ങ് ഇത്രമാത്രം ഉപദ്രവം ഏൽക്കാൻ അങ്ങ് എന്തുള്ളൂ അപ്പാ എന്ന് കരയുമ്പോൾ യേശു ക്രിസ്തു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങൾ എന്നെ അടിക്കുന്നത് ചൊല്ലി കരയണ്ട, നിന്നെ ചൊല്ലി കര. നീ രക്ഷ അറിഞ്ഞിട്ടും, നീ സ്നാനം അറിഞ്ഞിട്ടും, നീ യേശുവിന്റെ ശബ്ദം കേട്ടിട്ടും, അഭിഷേകത്തെ കുറിച്ച് നീ അറിഞ്ഞിട്ടും, നീ പാവിയാണെന്ന് അറിഞ്ഞിട്ടും, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും പാവമെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഓർത്ത് കരയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത് തെറ്റി നടക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി രാത്രി ഇരുന്ന് ഉണർന്നിരുന്ന് കരയാൻ നിനക്ക് പറ്റുന്നുണ്ടോ? രാത്രി ദേശനിവാസികളെ ക്രൂശീകരണം വരുമ്പോൾ ക്രൂശ് കണ്ട് ചിലപ്പോൾ കരയുമായിരിക്കും. യേശു പറഞ്ഞ് യേശുവിനെ ചൊല്ലി കരയേണ്ടെന്ന്. അവരവരുടെ പാപത്തെ നോക്കി, അവരവരുടെ കുടുംബത്തിന് ശോഷിച്ച പാവം നിറഞ്ഞ അവസ്ഥകളെ നോക്കി കരയാൻ
ഇന്ന് രാത്രി ദേശത്തോട് ദൈവം വിളിച്ചു പറയുകയാണ്, ഇന്ന് രാത്രി നീ കരയേണ്ടത് എന്തിനോർത്ത്? ഇത്ര വലിയ രക്ഷ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കിട്ടിയിട്ടും, ഗലാത്യർക്ക് ലേഖനം 3:1, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കിട്ടിയിട്ടും നിന്നെ ശുദ്രൻ ചെയ്ത് മയക്കിയത് ആർ? ജീസസ്. യേശുവിനെ എത്രയോ കാലം കൊണ്ട് നീ കേൾക്കുന്നു. ഇന്നും സത്യം തിരിച്ചറിഞ്ഞിട്ടും ഒരു പൊട്ട കണ്ണനെ പോലെ, ഒരു പൊട്ട കണ്ണിയെ പോലെ കർത്താവിനെ തള്ളിക്കളഞ്ഞ് ത്യജിച്ച് ഓടുന്ന മനുഷ്യ, അല്പം നിൽക്ക്, ഒന്ന് ശ്രദ്ധീര്. നിനക്ക് വേണ്ടി ഒരുവൻ കാൽവരി ക്രൂശിൽ യാഗമായി നിന്റെ പാപത്തെ അവിടെ ഏറ്റെടുത്തു. ആ ക്രൂശിലേക്ക് നോക്കിയാൽ നിനക്ക് വിടുതലുണ്ട്. ശ്രദ്ധിച്ചേ, രണ്ടു വശത്തും ആയിരക്കണക്കിന് ജനങ്ങൾ, യേശു സൗഖ്യമാക്കിയവർ, വചനം പ്രസംഗിച്ചവർ, ശിഷ്യന്മാർ, മരിച്ചുയർപ്പിച്ചവർ എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ യേശു ക്രിസ്തു നടന്നു പോവുകയാണ്. ഈ സ്വത്രം ഇതാ ഗോൽഗൊത്ത മലയിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ ഇതാ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ്. രണ്ട് കള്ളന്മാർ ജയിലിനകത്താണ് കൊണ്ടുവന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ ഗെത്സമന തോട്ടത്തിനകത്ത് നിന്ന് ഒരു പാപമില്ലാത്ത, മറ്റവർ രണ്ടുപേരും പാപികളെങ്കിൽ പാപമില്ലാത്ത ഒരുവൻ, ഊനമില്ലാത്ത ഒരുവൻ, അശുദ്ധിയില്ലാത്ത ഒരുവൻ, പാപത്തിൽ ജനിക്കാത്ത ഒരുവൻ, പാപത്തിൽ വളരാത്ത ഒരുവൻ, ഒരു കളങ്കമില്ലാത്ത ഒരുവൻ, ഇവനിൽ പാപമില്ല. ഇവൻ സംസാരിച്ചതുപോലെ ഇതുവരെയും ആരും സംസാരിച്ചിട്ടില്ലെന്ന് യോഹന്നാൻ എഴുതിയ യേശു ഇതാ കണ്ടാലോ അലറിയുകില്ല, ഉഴവൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടും മകനെ മകളെ. ഇന്ന് രാത്രി മകനെ നിന്നെ വിളിക്കുകയാണ്, മകളെ നിന്നെ വിളിക്കുകയാണ്. നീ മന്നനായിടുവാ മകളെ, ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്. പൈതലേ, ഒരു ചാരു പോലെ 10,000 അധികം സുന്ദരനാകുന്ന യേശു ക്രിസ്തു ഇതാ കാൽവരി ക്രൂശിൽ വിരൂപമാക്കപ്പെട്ട് കണ്ടാൽ ആളറിയാത്ത രൂപത്തിൽ കിടക്കുകയാണ്. ആ ക്രൂശിലേക്ക് നോക്കുന്നവർ നശിച്ചു പോകത്തില്ല. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു. 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. ഇന്ന് രാത്രി ആ ക്രൂശിലേക്ക് നോക്കിക്കേ. സ്നേഹിത സഹോദര, മാന്യ ശ്രോതാവേ, എന്റെ ശബ്ദം കേട്ട് ജംഗ്ഷനിലും റോഡിലും കവലയിലും ഭവനത്തിനകത്ത് ഇരിക്കുന്ന പൈതലേ, ഈ ലോകത്തിൽ ആരും നിനക്ക് വേണ്ടി മരിക്കാതിരിക്കുമ്പോൾ ഇതാ പാപമില്ലാത്ത ഒരുവൻ താങ്കൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? താങ്കളുടെ പാപത്തെ ക്ഷമിക്കാൻ, ആ രക്തം കൊണ്ട് കഴുകാൻ, താങ്കളുടെ പേര് നിത്യതയിൽ എഴുതാൻ. സ്തോത്രം. നിത്യ നരകത്തിനകത്ത് നിന്ന് താങ്കളെ രക്ഷിക്കാൻ. താങ്കൾ എന്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്താലും താങ്കൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകാൻ ഏക വഴി യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ആ ഒറ്റ വഴി ഒരുക്കാൻ ഇതാ ക്രൂശിൽ മരിച്ച യേശുവിനെ ഒന്ന് നോക്ക്. ആ യേശുവിനെ താങ്കൾ കാണുന്നുണ്ടോ? യോഹന്നാൻ 3:14 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. സംഖ്യാ പുസ്തകത്തിനകത്ത് ഇതാ ജനം കടിയേറ്റ് വീഴുമ്പോൾ സ്വത്രം ഈ സർപ്പത്തെ നോക്കിയാൽ ആ മനുഷ്യൻ ജീവിക്കും. എന്നാൽ എന്താണ് ഇതിന്റെ ആശയം? മോശ കൊടിമരത്തിന് മേൽ തൂക്കിയ സർപ്പത്തിന് വിഷമില്ലായിരുന്നു. മോശ കൊടിമരത്തിൽ തൂക്കിയ സർപ്പത്തിന് എന്തില്ല? വിഷമില്ല. എന്നാൽ സംഖ്യാ പുസ്തകത്തിൽ സ്വത്രം കടിച്ച സർപ്പത്തിന് വിഷമുണ്ടായിരുന്നു. മോശ കൊടിമരത്തിൽ തൂക്കിയ സർപ്പത്തിന് എന്തില്ല? വിഷമില്ല. എന്നാൽ സംഖ്യാ പുസ്തകത്തിൽ കടിച്ച പാമ്പിന് എന്തുണ്ടായിരുന്നു? വിഷമുണ്ടായിരുന്നു. ഇതിന്റെ സാരം എന്ത്? ഇത് യേശുവിൻ്റെ നിഴലാണ്. യേശുവിൽ വിഷം ഇല്ല. യേശുവിൽ എന്തില്ല? പാപം ഇല്ല. യേശുവിൽ എന്തില്ല? വിഷം ഇല്ല. 2 യേശുവിൻ്റെ ഗുണമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. 2 താമ്രം അടിച്ച് തീയിലിട്ട് ചുട്ട് വീണ്ടും അടിച്ച് നിരത്തിയാണ് താമ്ര സർപ്പത്തെ ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞാടാകുന്ന യേശുവിനെ, ഊനമില്ലാത്ത കുഞ്ഞാകുന്ന തലമുടി നാരിഴം മുതൽ നഖത്തിനകം വരെ സ്വത്രം 100 എത്രയോ മുള്ളുകളുള്ള
മുൾക്കിരീടം തലയിലടിച്ച് ഒരു മുള്ളു കണ്ണിലേക്ക് തൂങ്ങി, കൃഷ്ണമണിയിലേക്ക് ചെന്ന് ആ കണ്ണ് താഴോട്ട് തൂങ്ങി, ശരീരമെല്ലാം വിരുവുമായി, കണ്ടാൽ ആളെന്ന് പറയത്തില്ല. 10,000ങ്ങളുടെ സുന്ദരൻ ഇതാ തൂങ്ങിക്കിടക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ഉച്ചം തല മുതൽ ഉള്ളം കാലുവരെയും റോമാ പടയാളികൾ അടിച്ചുരുട്ടിയ ശരീരം ഇതാ ഈ സർപ്പത്തിൻ്റെ നിഴലായി കിടക്കുകയാണ്. ഈ സർപ്പത്തിന് വിഷമുണ്ടായിരുന്നു, എന്നാൽ ക്രൂശിൽ കിടക്കുന്ന സർപ്പത്തിന് വിഷമില്ല. യേശു നമുക്ക് വേണ്ടി കഷ്ടമേറ്റു. ഗെത്സമന തോട്ടം മുതൽ ഗോൽഗൊത്ത വരെയും തകർന്നു. ഈ യേശുവിനെ നോക്കുന്ന ഏത് പാവിയും, ഏത് കൊലയാളിയും, ഏത് കള്ളനും, ഏത് പാവിയും, ഏത് നീച പാപം ചെയ്ത വ്യക്തിയും ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കിയ താങ്കൾക്ക് രക്ഷയുണ്ട്. സ്വത്രം. അതിൻ്റെ 3ാമത്തെ ഗുണം, കടിയേറ്റ എല്ലാവർക്കും ഒറ്റ സർപ്പമാണ് മോശ കെട്ടിത്തൂക്കിയത്. ഒറ്റ സർപ്പമാണ് കടിയേറ്റ. സ്വത്രം. സ്വർഗത്തിൽ പോകാൻ ഏക വഴി യേശു. 3 കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. 1, സ്വത്രം. യോഹന്നാൻ 3:14 പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്തേണ്ടതാകുന്നു. എന്തിനു വേണ്ടി? സഹോദര, എൻ്റെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, ഗ്രൗണ്ടിൽ വന്ന പ്രിയരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര, സ്നേഹിത, താങ്കളുടെ പാപം പോകാൻ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട് പറ്റത്തില്ല, ദാനധർമ്മങ്ങൾ കൊണ്ട് പറ്റത്തില്ല. ആഹാരം ആൾക്കാർ കൊടുക്കുന്നതാണ്, ദാനം കൊടുക്കുന്ന നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. കർത്താവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. സ്വത്രം. പാപം ക്ഷമിക്കത്തില്ല. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിവുള്ളൂ. ഓ ദൈവത്തിന് സ്വത്രം. താങ്കൾ 1000 പേർക്ക് വീട് വെച്ച് കൊടുത്താൽ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ വീട് വെച്ച് കൊടുത്തെന്ന് കരുതി സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്വർഗത്തിൽ പോകാൻ ഏക വഴി യേശു എന്ന വഴി. 1, സ്വത്രം. പ്രത്യേകത, മോശ കൊടിമരത്തിൽ തൂക്കിയ സർപ്പത്തിന് വിഷമില്ല, എന്നാൽ സംഖ്യ പുസ്തകത്തിലുള്ള സർപ്പത്തിന് വിഷമുണ്ടായിരുന്നു. എന്നാൽ എന്താണിത് മനസ്സിലാക്കേണ്ടത്? ഇത് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. യേശുവിൽ എന്തില്ല? വിഷമില്ല, പാപമില്ല. 2, താമ്രം അടിച്ച് തീയിലിട്ട് അടിച്ച് രൂപം വരുത്തി സർപ്പമുണ്ടാക്കി. 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നിങ്ങളുടെ പാപം ഏറ്റെടുക്കാൻ സ്വത്രം യേശു ക്രിസ്തു കണ്ടാൽ ആളറിയാത്ത രീതിയിൽ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി കാൽവരി കൊലക്കളം വരെ ചെന്നു, ക്രൂശിൽ മരിച്ചു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഏത് പാപിയെയും, ഏത് നരക യോഗ്യനെയും നിത്യതയ്ക്ക് യോഗ്യതയുള്ള ആളാക്കി മാറ്റുവാൻ, ഒരു വിശുദ്ധനാക്കി മാറ്റുവാൻ യേശു അത് ചെയ്തു. 3, കടിയേറ്റ എല്ലാവർക്കും ഒറ്റ സർപ്പമാണ് മോശ അവിടെ തൂക്കിയത്. അതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴി യേശു എന്ന വഴി. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പോസ്തല പ്രവൃത്തി 4:12 മറ്റൊരുവൻ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. ലൂക്കോസ് 12 ഓ മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? മത്തായി 16:26 മുതൽ വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടി, എന്നാൽ യേശു ഇല്ലെങ്കിൽ താൻ നേടിയത് കൊണ്ട് എന്ത്? ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? എബ്രായർ ലേഖനം 2-ാം അധ്യായത്തിൽ 2 മുതൽ അങ്ങോട്ട് വായിച്ചു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇന്ന് രാത്രി സ്നേഹിത സഹോദര സഹോദരി, മറ്റൊരുവൻ രക്ഷയില്ല, യേശു മാത്രം കർത്താവ്. ആ യേശുവിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നിന്നെ അറിയുന്നൊരു ദൈവം,